بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك سيدنا ومولانا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآلهم وصحبهم والتابعين لهم بإحسان إلى يوم الدين. أما بعد. എല്ലാവരും റൈഹാലെടുത്ത് ഖുർആൻ എടുക്കുക. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. حميم والكتاب المبين. إنا أنزلناه في ليلة مباركة إنا كنا منذرين فيها يفرق كل أمر حكيم أمرا من عندنا إنا كنا مرسلين رحمة من ربك إنه هو السميع العليم. صدق الله العلي العظيم. صدق وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, വിശുദ്ധ ഖുർആനിലെ എല്ലാ ദിവസവും നാം ഓതൽ സുന്നത്തുള്ള സൂറത്തു ദുഖാനാണ് നാം ചർച്ച ആരംഭിക്കുന്നത്. അതിൻ്റെ മഹത്വങ്ങളും ശ്രേഷ്ഠതകളും എല്ലാം സൂറത്ത് പഠിച്ച ശേഷം നമുക്ക് പഠിക്കാം. ആദ്യമായി അതിൻ്റെ വിവരണത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഒരുപാട് വിഷയങ്ങൾ എണ്ണി എണ്ണി പഠിപ്പിക്കുന്ന സൂറത്തിൻ്റെ തുടക്കത്തിൽ വിശുദ്ധ ഖുർആനിൻ്റെ അവതരണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് സവിശേഷതകൾ നിറഞ്ഞ പരിശുദ്ധ ഖുർആനിൻ്റെ അവതരണത്തിൻ്റെ മഹത്വം അള്ളാഹു നമ്മെ പഠിപ്പിക്കുകയാണ്. ഹമീം എന്നാണ് ഒന്നാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹമീം. ആ ആയത്തിന് എങ്ങനെ വിശദീകരിച്ചാലും കൊടുക്കാൻ പറ്റിയൊരർത്ഥം അല്ലാഹു അഅലമു ബി മുറാദിഹി ബിദാലിക. ഒരുപാട് വ്യാഖ്യാനങ്ങൾ ആ ആയത്തിനുണ്ട്. അതിലൊന്നാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 7 ഇസ്മുകളാണ് അല്ലാഹു ഖുർആനിൽ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. 7 ഇന്നല്ലാഹ സമ്മാനി ബിസബഅത്തി അസ്മായി. ഖുർആനിൽ 7 ഇസ്മുകളെ കൊണ്ട് അല്ലാഹു എനിക്ക് പേര് വെച്ചു. അതിൽപ്പെട്ട ഒന്നാണ് ഈ ഹാമീം. അവിടുത്തെ പേരിലും അങ്ങനെ കാണാം നമുക്ക്. ഹാമീം നബി എന്ന പേരുണ്ട്. ഹാമീം, യാസീൻ, ത്വാഹ, അതുപോലെ അഹ്മദ്, മുഹമ്മദ്, മുസമ്മിൽ, മുദ്ദസ്സിർ, ഇങ്ങനെ 7 പേരുകളാണ് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല എന്നെ പരിചയപ്പെടുത്തിയത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നുണ്ട്. ആ വിശദീകരണ പ്രകാരം തങ്ങളെ വിളിക്കുന്നൊരു വിളിയാണ് ഹാമീം നബിയെ എന്നൊരു വിളി. അതല്ല, ഹാഉം മീമും അള്ളാഹുവിൻ്റെ വസ്ഫുകളുടെ, വിശേഷണങ്ങളുടെ ചുരുക്കപ്പേരായിട്ട് അങ്ങനെ പ്രയോഗിച്ചവരുണ്ട്. അള്ളാഹുവിൻ്റെ വലിയ വിശേഷണം അർഹിക്കുന്ന ഒരുപാട് മഹത്വങ്ങളുള്ള ഇസ്മുൽ ആലമാണ് എന്ന് പോലും അഭിപ്രായപ്പെടുന്ന വലിയ 2 ഇസ്മുകളാണ് ഹയ്യുൽ ഖയ്യൂം, അൽ ഹയ്യു അൽ ഖയ്യൂം എന്ന 2 എണ്ണം.
അതിൻ്റെ ചുരുക്കമാണ് ഈ ഹാമീം എന്ന് വിശദീകരിച്ച മഹാന്മാരുണ്ട്. അങ്ങനെ ആകുമ്പോൾ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇസ്മല്ല, അല്ലാഹു തആലാന്റെ ഇസ്മിന്റെ ഒരു ഭാഗമാണ് ഹാമീം എന്നത്. അതിപ്പോൾ അലിഫ് ലാം മീം എന്നതിനെ സംബന്ധിച്ച് 22 വ്യാഖ്യാനങ്ങൾ വിശദീകരിച്ച ശേഷം ഇമാം റാസി റളിയല്ലാഹു അൻഹു പറഞ്ഞു, 22 അല്ല 42 അല്ല, ഇനി എത്ര വിശദീകരിച്ചാലും അതെവിടെ എത്തൂല. പക്ഷെ ഇമാം ബൈളാവി റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു പോയിന്റ് ഉണ്ട്, അതാണ് ഏറ്റവും മുഖ്യമായത്. ഇത് ഖുർആനിന്റെ ഒരു സൗന്ദര്യമാണ്. അല്ലാഹു തആല ഖുർആനിൽ ഇങ്ങനെ കൊണ്ടുവന്ന തലക്കെട്ടുകൾ നമ്മൾ ഉച്ചരിക്കുന്ന അറബി അക്ഷരങ്ങളുടെ പകുതി മാത്രമേ ഉള്ളൂ. അലിഫ് കൂട്ടാതെ ഒരു 28 അക്ഷരം എന്ന് പറയാം. 28 അക്ഷരത്തിന്റെ നേർ പകുതിയാണ് ഈ തലക്കെട്ടായി കൊണ്ടുവന്ന അക്ഷരങ്ങൾ, മൊത്തമുള്ള അക്ഷരം. ആവർത്തനം ഒഴിവാക്കുക. ഹാമീൻ തന്നെ ഒരുപാടുണ്ടല്ലോ, അലിഫ് ലാം ഉണ്ട്. മൊത്തം അക്ഷരങ്ങൾ കൂട്ടി നോക്കുമ്പോൾ 14 അക്ഷരങ്ങളേ ഉള്ളൂ. പക്ഷെ അത് കൊണ്ടുവന്നത് ഖുർആനിലെ 114 സൂറത്തിൽ മൊത്തം കൊണ്ടുവന്നിട്ടില്ല. അതല്ലേ രസം, 29 സൂറത്തിലാണ്. അങ്ങനെ അക്ഷരങ്ങൾ എത്രയാണ്? അഭിപ്രായങ്ങളൊക്കെ എല്ലാം ഒരുമിച്ച് കൂട്ടിയ അക്ഷരങ്ങൾ 29ആണ്. നമ്മൾ ഉച്ചരിക്കുന്ന ഹിജായ അക്ഷരങ്ങളെ പറഞ്ഞത്, അലിഫ്, ബാ, താ, ഇങ്ങനെ. അപ്പൊ 29 സൂറത്തിലാണ് അള്ളാഹു ഇങ്ങനെ കൊണ്ടുവന്നത്. അതിലൊക്കെ വല്ലാത്ത രഹസ്യങ്ങളുണ്ട് 29 സൂറത്തിൽ. അതും തന്നെ അറബിയിൽ ഭാഷ സംസാരിക്കുന്ന ഒരാള് ഒരു വേർഡ് ഉച്ചരിക്കുകയാണെങ്കിൽ പരമാവധി എത്ര പോകും? 5 അക്ഷരം പോകും. 6ാമത്തെ ഒരു കൂട്ട് അതിലില്ല. ഇങ്ങനെ കൊണ്ടുവന്ന തലക്കെട്ട് ഇങ്ങനെ ഒരുമിച്ച് പറഞ്ഞാൽ ആകെ ലാസ്റ്റ് എത്തുന്ന കണക്ക് 5ആണ്. കാഫ്, ഹയ, ഐൻ, സ്വാദ്. അത് എത്ര അക്ഷര? 5 ഹാമീം, ഐൻ, സീൻ, ഖാഫ്. എത്ര? 5. അപ്പൊ ഇതില് അല്ലാഹു തആല ഒരു നൽകുന്ന ഒരു സന്ദേശം എന്താന്ന് വെച്ചാൽ, അറബികൾക്കാണല്ലോ ഇത് ആദ്യം ഓതി കൊടുക്കുന്നത്. അപ്പൊ അറബികളോട് അല്ലാഹു തആല പറയുന്ന ഒരു വിഷയം, നിങ്ങളുടെ സംസാരത്തിലും ഇങ്ങനൊക്കെ അക്ഷരങ്ങളില്ലേ? ഇതേ അറബി അക്ഷരങ്ങൾ നിങ്ങളുടെ സംസാരത്തിലും ഇല്ലേ? ഇതൊരു മനുഷ്യനിർമ്മിതമായ കലാമാണെങ്കിൽ, സംസാരമാണെങ്കിൽ, എന്നാ അങ്ങനെ ഒന്ന് ഒരുമിച്ച് കൂട്ടിയിട്ട് ഒരായത്ത് കേൾക്കാൻ സൗകര്യം സൗന്ദര്യമൊക്കെ വേണം കേട്ടോ. എന്തെങ്കിലുമൊക്കെ ഒരുമിച്ച് കൂട്ടിയാൽ പോരാ, കൊണ്ടുവരൂ എന്നൊരു വെല്ലുവിളിയാണ്. അലിഫ് ലാം മീം എന്ന് കേൾക്കുമ്പോഴേക്ക് കേൾക്കാൻ നല്ല സൗന്ദര്യമുണ്ട്, ഓതാനും നല്ല സൗന്ദര്യമുണ്ട്. അലിഫ് ലാം മീമിന്റെ സൗന്ദര്യം എന്തൊരു സൗന്ദര്യമാണ്! ഹാമീം എന്ന് കേൾക്കുമ്പോ എന്തെല്ലാം അർത്ഥതലങ്ങളുണ്ട്, എന്തെല്ലാം സൗന്ദര്യമുണ്ട്. ഇത്തരത്തിലുള്ള ഈ സൗന്ദര്യ തലക്കെട്ടുകളെ പോലും ഒന്ന് സ്വീകരിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലല്ലോ. അതുകൊണ്ട് ഉറപ്പിച്ച് തീർപ്പിച്ച് മനസ്സിലാക്കേണ്ട, തീർപ്പാക്കി മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ഇതെല്ലാം അള്ളാഹുവിൽ നിന്നുള്ള കലാമാണ്. അപ്പൊ ലോകത്ത് എന്നും മുഴങ്ങുന്ന ഒരു വെല്ലുവിളിയാണ് ഈ അക്ഷരക്കൂട്ടങ്ങൾ എന്നാണ് ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നത്, ഇമാം ബൈളാവി റളിയല്ലാഹു അൻഹു പറയുന്നത്. ഇതൊക്കെ വെല്ലുവിളിക്ക് വേണ്ടി അള്ളാഹു തൊടുത്തു വിടുന്നതാണ്. വെല്ലുവിളി ചെറുത് മതി, വലുതൊന്നും വേണ്ട. അല്ലാഹു തആലാന്റെ വെല്ലുവിളികളൊക്കെ ചെറുത്, അതിനെന്നെ കഴിയില്ലേ, പിന്നെ വലുത് കൊടുക്കല്ലേ? ചെറുത് കൊടുത്തു നോക്ക ആദ്യം. അങ്ങനെയാണല്ലോ. രോഗം അല്ലാഹു തആല തരുമ്പോഴും വലുതല്ല ആദ്യം തരാ. ഏതാ തരാ? ചെറുതാ തരാ. ചെറിയ രോഗത്തിൽ തന്നെ ദുർബലനാണ് മനുഷ്യനെങ്കിൽ അവനെ പറ്റി ചിന്തിക്കാൻ അത് ധാരാളമാണ്. ദൃഷ്ടാന്തങ്ങൾ അല്ലാഹു ഭൂമിയിൽ തരുമ്പോ വലുതല്ല ആദ്യം തരാ. ഏതാ? ഖിയാമത്ത് നാൾ അടയാളം വലുത് വന്നോ? ഇല്ലല്ലോ, ചെറുതല്ലേ തന്നത്. ഈ ചെറുതിൽ നിന്ന് ഗുണപാഠം ഉൾക്കൊള്ളണം വലുതിലേക്ക്. അതിനാ. അപ്പൊ എല്ലാത്തിലും ചെറിയ ചെറിയ ഡോസുകൾ, ഈ തലക്കെട്ടുകൾ ഇങ്ങനെ ആവർത്തിച്ച് നിങ്ങളെ സംസാരത്തിൽ തന്നെ ഒറ്റക്ഷരം ഉച്ചരിക്കുന്നുണ്ട്, 2 അക്ഷരമുണ്ട്, 3 അക്ഷരമുണ്ട്, 4 അക്ഷരമുണ്ട്, ഏറിപ്പോയാൽ 5 അക്ഷരം. അതവിടെ സ്റ്റോപ്പാ. ഖുർആൻ ഇതാ ഒറ്റക്ഷരം, നൂൻ, ഖാഫ്, സ്വാദ്, ഒറ്റക്ഷരല്ലേ. ഇനി 2 അക്ഷരായിട്ടുണ്ട്, തോഹ, ഹാമീം, യാസീൻ, 2 അക്ഷരം. 3 അക്ഷരായിട്ടുണ്ട്, അലിഫ് ലാം മീം, താസീം മീം, 3 അക്ഷരായിട്ടുണ്ട്. 4 അക്ഷരായിട്ടുണ്ട്, അലിഫ് ലാം മീം സ്വാദ്, അലിഫ് ലാം മീം റാ, 5 അക്ഷരായിട്ടുണ്ട്. അപ്പൊ അറബികളെ നിങ്ങൾ പൊതുവെ ഉച്ചരിക്കാറുള്ളത് 1, 2, 3, 4, 5 തരം. 6ാമത്തെ വാക്കുകൾ നിങ്ങൾ ഉച്ചരിക്കൽ കുറവാണ്.
ഈ 5 അക്ഷരത്തിൽ നിന്ന് നിങ്ങളുടെ സംസാരവും ഉരുത്തിരിഞ്ഞ് സംഘടിതമായി മുറക്കബായി വരുന്നു. ലോകത്തുള്ള എല്ലാ അറബി ഭാഷ സംസാരിക്കുന്നവരുടെ കലാമും അങ്ങനെ തന്നെയാണ് എങ്കിൽ ഒരു സാധാ മനുഷ്യന്റെ സംസാരമാണ് ഇത് എന്നല്ലേ നിങ്ങളുടെ വാദം? അതാണ് പ്രധാനമായും നിങ്ങൾ ഉന്നയിക്കുന്നത് എങ്കിൽ ഒരു ചെറിയ ഒരു വിഷയം നിങ്ങളോട് പറയട്ടെ. കെട്ടിക്കൂട്ടി ഉണ്ടാക്കി റെഡിയാക്കി ഒരക്ഷരം പോലോത്തത്, 2 അക്ഷരം പോലോത്തത്, 3 അക്ഷരം പോലോത്തത്, 4 അക്ഷരം പോലോത്തത്. ഇനി നിങ്ങൾക്ക് അക്ഷരങ്ങൾ കുറവാണ് ഉണ്ടാക്കാൻ പ്രയാസമാണെങ്കിൽ പോട്ടെ, 5 അക്ഷരം പോലോത്തത് ഒന്ന് കൊണ്ടുവരി. ഒറ്റ ആയത്ത് മതി, കൂടുതലൊന്നും വേണ്ട. കിണഞ്ഞ് പരിശ്രമിച്ച് അതിനുവേണ്ടി ഉറക്കമൊഴിച്ചിരുന്ന് എല്ലാ അധ്വാനങ്ങളും നടത്തിയിട്ട് മുട്ടുമടക്കിയവരാണ് അറേബ്യൻ സമൂഹം. അവര് കഴിവില്ലാത്തവരാന്ന് കരുതണ്ട, സാഹിത്യ സാമ്രാട്ടുകളാണ്. ഒരു മനുഷ്യൻ അവരെ മുന്നിലൂടെ പോയാൽ അയാളെ വർണ്ണിച്ച്, അയാളുടെ രൂപഭാവങ്ങളൊക്കെ വർണ്ണിച്ച് നിൽക്കുന്ന നൃത്തത്തിൽ അവർ പാട്ടുപാടും. ആ പാട്ട് പിന്നീട് പലതിലും തെളിവായിട്ട് ഉദ്ധരിക്കപ്പെടുകയും ചെയ്യും. അതല്ലേ രസം? അവരന്ന് പാടിയ പാട്ടുകൾ ഇന്ന് പല വിഷയത്തിനും തെളിവായിട്ട് ഉദ്ധരിക്കുകയാണ്. ഇത്തരത്തിൽ കഴിവുള്ള ആളുകളാണ് അറബി ഭാഷയിൽ. ആ അറബി ഭാഷയിൽ കഴിവുള്ള വലിയ നൈപുണ്യമുള്ള സാഹിത്യ സാമ്രാട്ടുകളോടാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്, നിങ്ങൾക്ക് കഴിയില്ലെങ്കിൽ ഈ താഴെ വരുന്നവർക്ക് തീരെയും കഴിയില്ല. അറബികളുടെ ബതുക്കളുടെ കൂടെ നടന്നിട്ടാണ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു അറബി ഭാഷ പഠിച്ചത്. കാരണം ബതുക്കളാണ് ഏറ്റവും സാഹിത്യ ഭാഷ സംസാരിക്കുക. അവർ ആടിനെ മേയ്ക്കുമ്പോഴും ഒട്ടകത്തെ മേയ്ക്കുമ്പോഴും അവരെ കൂടെ ഇങ്ങനെ നടന്നു. പലപ്പോഴും ചോദിക്കലുണ്ട്, ഈ ഖുറൈശി കുട്ടി എന്താ ഇവരെ കൂടെ? അത് അറബി ഭാഷ പഠിക്കാനാണ്. പഠിച്ച് 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 10,000 കവിത ബൈഹാർട്ടാക്കി ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു അറബി ഭാഷ പഠിക്കാൻ. ഏറ്റവും സാഹിത്യവും വാക്കുകളും നിയമങ്ങളും അധികരിച്ചൊരു ഭാഷ ലോകത്തേതാ? അറബിയാണ്. അറബിയെ പോലെ സൗന്ദര്യമുള്ളൊരു ഭാഷ ലോകത്ത് ഒരു ഭാഷയും കാണാൻ കഴിയില്ല. ബാക്കിയുള്ള ഭാഷകൾക്കൊക്കെ വ്യതിയാനങ്ങൾ സംഭവിക്കുന്നുവെങ്കിൽ വ്യതിയാനമില്ലാത്ത ആദം അലൈഹിസ്സലാത്തു വസ്സലാം മനുഷ്യ പിതാവ് ഉച്ചരിച്ച് സംസാരിച്ച് വന്ന ഭാഷ അതേ അർത്ഥത്തിൽ നാണയത്തിൽ നിലനിൽക്കുകയാണല്ലോ. ബാക്കിയുള്ള കുറെ ഭാഷ കാലഹരണപ്പെട്ടുപോയി, എവിടെയും കാണാനില്ല. കുറെ സംസാരിക്കുന്നു, ലിപി ഉണ്ടാക്കാൻ കഴിയുന്നില്ല. എത്ര ഭാഷ ഉണ്ട് അങ്ങനെ? നമ്മുടെ ഇന്ത്യയിൽ തന്നെ എത്ര ഭാഷ ഉണ്ട്? സംസാര ഭാഷ ഉണ്ട്, പക്ഷെ അതിന് എഴുത്തില്ല. അങ്ങനല്ലേ? ഇഷ്ടം പോലെ ഉണ്ട്. ഒന്ന് വടക്കോട്ട് നോക്കി, അവിടെ വ്യത്യസ്ത ഭാഷ കാണാം. ഒന്ന് തുളൂന്നും, ഒന്ന് നക്കിനിക്കുന്നും, ഒന്ന് നിക്കിനിക്കുന്നും കുറെ കാണാം. പക്ഷെ അതൊക്കെ കേൾക്കുന്നതേ ഉള്ളൂ. ഒന്ന് എഴുതാൻ പറഞ്ഞാൽ എഴുതാനില്ലേ? അങ്ങനെ കുറെ. അറബി അങ്ങനല്ല. അറബിന്റെ നിയമങ്ങളും കാര്യങ്ങളൊക്കെ, ആ നിയമത്തിന്റെ വകുപ്പടക്കം ഖുർആനിൽ അല്ലാഹു പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഹാമീം എന്നത് ഒരു വല്ലാത്ത സൗന്ദര്യമാണ്. ഹാമീം നബി, യാസീൻ നബി എന്നൊക്കെ, ത്വാഹ നബി എന്നൊക്കെ വിളിക്കുന്ന ഒരു സംബോധന ശൈലിയായിട്ട് കൂട്ടാം. അതിനേക്കാളും മെച്ചം ഇതൊരു വെല്ലുവിളിയുടെ ശബ്ദമാണ്. ഈ വിശുദ്ധ ഖുർആൻ നിങ്ങൾ സംസാരിക്കുന്ന സംസാരങ്ങളെപ്പോലെ, പദങ്ങളെപ്പോലെ സംഘടിതമായിട്ടാണ് അള്ളാഹു ഇറക്കിയത്. അറബിയിലാണ് അള്ളാഹു ഇറക്കിയത്. നിങ്ങൾക്കൊക്കെ തിരിയുന്ന ഭാഷയിലാണ്, പക്ഷേ കൊണ്ടുവരാൻ കഴിയുന്നില്ല. ഖുർആൻ അല്ലാത്ത രൂപത്തിൽ നിങ്ങൾ ഏതെങ്കിലും ഒരായത്ത് ശ്രമം നടത്തിയിട്ടൊന്ന് കൊണ്ടുവന്നാൽ സമ്മതിക്കാമായിരുന്നു. ഇതിങ്ങനെ ഒരുമിച്ച് കൂട്ടിണ്ടാക്കിയതാണ്, എവിടുന്നെങ്കിലൊക്കെ ചോദിച്ചും പഠിച്ചുണ്ടാക്കിയതാണ്. പക്ഷെ അത് പറയാനോ അങ്ങനെ ചെയ്യാനോ കഴിയുന്നില്ല. എന്നാൽ ഈ വചനങ്ങൾ കേൾക്കുന്ന ആളുകൾക്ക് വരുന്ന മാറ്റങ്ങളോ അത് ലോകത്ത് ഇന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളുടെ മാസമരികത അവസാനിച്ചിട്ടില്ല, ഇന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ്, പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹാമീം എന്ന വിഷയം പറഞ്ഞ അല്ലാഹു പഠിപ്പിക്കുന്നത് വൽ കിതാബിൽ മുബീൻ, വൽ കിതാബി ഗ്രന്ഥത്തെ തന്നെയാണ് സത്യം, അൽ മുബീൻ എല്ലാ വിഷയങ്ങളും വ്യക്തമാക്കി പഠിപ്പിക്കുന്ന, എല്ലാ കാര്യങ്ങളും വ്യക്തമാക്കി പഠിപ്പിക്കുന്ന, ഖുർആനിൽ വിശദീകരിക്കാത്ത വ്യക്തമാക്കാത്ത ഒരു വിഷയവും ഇല്ല. സന്മാർഗവും ദുർമാർഗവും രണ്ടും വ്യക്തമാക്കുന്നുണ്ട്. അല്ല, മനുഷ്യനവന്റെ ജീവിതത്തിനും
പരലോകത്തിനും ആവശ്യമായ സർവ്വതും വ്യക്തമാക്കുന്നുണ്ട്. ജീവിതത്തിന്റെ വഴികൾ ഖുർആനിൽ അല്ലാഹു വ്യക്തമാക്കുന്നുണ്ടോ? ഉണ്ട്. അതുകൊണ്ടല്ലേ അല്ലാഹു തആല പറയുന്നത് മനുഷ്യന്മാരോട് ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരുമിച്ച് കൂടി ഇങ്ങനെ കേന്ദ്രീകരിച്ച് നിൽക്കരുത്. അല്ലാഹു നമ്മളോട് എന്താ പറയണത്? അല്ലാഹുവാണ് നിങ്ങൾക്ക് ഭൂമി സംവിധാനിച്ചത്. അതുകൊണ്ട് ഫംശൂ ഫീ മനാകിബിഹാ, ഭൂമിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും യാത്ര ചെയ്ത് സമ്പത്ത് സംഭരിക്കണം. ഇങ്ങനെയാണ് ഇരുന്നാ പോരാ. തബാറക്കയിൽ നമ്മൾ ഓതുന്ന ഒരു ആയത്താണ്, ഹുവല്ലദീ ജഅല ലക്കുമുൽ അർള ദലൂലൻ ഫംശൂ ഫീ മനാകിബിഹാ, ഭൂമിന്റെ വിവിധ ഭാഗങ്ങളിൽ അതിന്റെ തോളിലേറി ചിറകിലേറി നിങ്ങൾ സഞ്ചരിക്കണം, യാത്ര ചെയ്യണം. അവിടെയുള്ള വിഷയങ്ങൾ, സമ്പാദ്യങ്ങൾ, വിജ്ഞാനങ്ങൾ നേടിയെടുക്കണം. വെറുതെ ഇരുന്നാ പോരാ. ജീവിത മാർഗങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്ന തബാറക്കയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വചനാണ്. എല്ലാ ഭാഗങ്ങളിലും അത് ഏറെക്കുറെയൊക്കെ നിറവേറ്റിയവരായിരിക്കും മലയാളികൾ എന്നാ തോന്നുന്നത്. കാരണം അല്ലാഹുവിന്റെ ദുനിയാവ് എവിടെ ഉണ്ടോ അവിടെ ഒക്കെ ഉണ്ടാകും ഓരോന്ന് ബർക്കത്തിൽ. എവിടെ പോയാലും ഒന്നും ഇങ്ങനെ ഉണ്ടാവും. പരിചയപ്പെട്ട് ലാസ്റ്റ് എത്തുമ്പോഴേക്കാ അൽഹംദുലില്ലാഹ് സമാധാനം ഒന്നെങ്കിലും ഇവിടെ ഉണ്ടല്ലോ എന്ന് പറയും, ഉണ്ടാവും. എല്ലാ ഭാഗങ്ങളിലേക്കും പോകണം. അങ്ങനെ ഇരുന്നാ പോരാന്നുള്ള അല്ലാഹു തആല കൽപ്പന. നമ്മളിപ്പോ എവിടെങ്കിലും എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമ്പോഴാണ് നമ്മൾ വേഗം അരിച്ചു പെറുക്കി നോക്കാം. അതിലിപ്പോ നമ്മളെ മലയാളികൾ ആരെങ്കിലും പെട്ടിട്ടുണ്ടോ എന്ന് നോക്കട്ടെ. അതാ ഒന്ന് രണ്ടാൾക്കാർ അവിടെ ഉണ്ട്, അൽഹംദുലില്ലാഹ് ബർക്കത്ത്. പക്ഷെ ഒരു കാര്യമായിട്ടൊന്നും പറ്റിയില്ല, ഒരു നിയന്ത്രിക്കാൻ നേതൃത്വം കൊടുക്കാനൊക്കെ. ഇപ്പൊ അഫ്ഗാനിന്ന് ആൾക്കാരെ കാലിയാക്കുമ്പോൾ ചർച്ച തല്ലായിരുന്നു. അതാണ് എവിടുന്ന് എന്തെങ്കിലും സംഭവിച്ചാലും ഓരോ രാഷ്ട്രവും ചർച്ച ചെയ്യണം നമ്മളെ ആൾക്കാർ, നമ്മളെ നാട്ടിലെ സംസ്ഥാനക്കാർ എവിടെങ്കിലും ഉണ്ടോന്നാ. എല്ലാ ഭാഗങ്ങളിലും അത് മനുഷ്യനോട് അള്ളാഹുവിന്റെ ഒരു കൽപ്പനയാണ്, ഒതുങ്ങി നിൽക്കരുത്, പോകണം. അതെന്താ കാരണം? മനുഷ്യന് വേണ്ടിയാണ് അള്ളാഹു ഭൂമിയെ ഈ വിധം പാകപ്പെടുത്തിയത്, ഉപകാരപ്പെടുത്താനാണത്. ഇപ്പൊ നിങ്ങൾ നോക്ക്, ഈ നാട്ടിലെ കുറെ ആളുകൾ തമിഴ്നാട്ടിലൊന്ന് ഏക്കർ കണക്കിന് സ്ഥലം എടുക്കും. കഴിയുന്നവർ എടുത്താൽ മതി കേട്ടോ, കഴിയാത്തവരത് അതിനെ വല്ല വിലക്ക് നിൽക്കരുത്. കഴിയുന്നവർ സ്ഥലം എടുക്കും. എന്നിട്ട് എന്ത് ചെയ്യും? അവർ കൃഷി ഇറക്കി ഇഞ്ചി, അതുപോലെ തന്നെ ഉള്ളി തുടങ്ങി. അതിന് ഒന്ന് രണ്ട് നോട്ടക്കാരെയും ഇവിടുന്ന് അവിടുന്നൊക്കെ കൂടിയിട്ട് അവർ വെക്കും. നല്ല കൃഷി എടുത്ത് ഒരു 6 മാസം കൊണ്ട് നല്ല കാശുണ്ടാക്കും. ഹലാലാ നിലക്കുള്ള കാശ്. എന്തായാലും കുഴപ്പമുള്ളത്? അവരവിടെ കൃഷി ഇറക്കിയാൽ വേറൊരു ഭാഗത്ത് പോയിട്ട് പിന്നെ അവിടെയും കൃഷി ഇറക്കും. അങ്ങനെ കൂട്ടി നോക്കുമ്പോൾ ആ 6 മാസത്തിൽ അവർക്ക് ഒരു 6 മാസത്തെ അധ്വാനാണ് അവർക്കെങ്കിൽ അടുത്ത 6 മാസത്തിൽ അവര് വേറെ ഏതെങ്കിലും വകുപ്പുകൾ പ്ലാൻ ചെയ്യും. ജീവിക്കാനുള്ള ജീവിതോപാധികൾ ഇഷ്ടം പോലെ അള്ളാഹു നൽകിയിട്ടുണ്ട്. ഹലാല രൂപത്തിൽ തന്നെ ഒരുപാടുണ്ട്. മനുഷ്യനെ ഉപയോഗപ്പെടുത്തിയാൽ മതിയല്ലോ. ഇതൊക്കെ വിശദീകരിക്കുന്നു വൽ കിതാബിൽ മുബീൻ. ഈ ഖുർആൻ എല്ലാ കാര്യങ്ങളും വെട്ടിത്തുറന്ന് വിശദീകരിക്കുന്ന ഖുർആനാണ്. ഇത് സാധാരണ ഒരു കിതാബല്ല. അൽ മുബീൻ എന്നതിന് ലികുല്ലി മാ യഹ്താജു ഇലൈഹി ഫി അബ്വാബിദ് ദിയാന, മനുഷ്യന് ദീനീപരമായിട്ട് എന്തെല്ലാം വിഷയങ്ങൾ വേണോ, ദുന്യാവോ വേണല്ലോ, അല്ലാതെ നിലക്കൂലല്ലോ, അതിനെല്ലാം അല്ലാഹു തആല വിശദീകരിച്ചിട്ടുണ്ട്. മാർഗങ്ങൾ ഓരോന്നും വിശദീകരിച്ചിട്ടുണ്ട്. നിങ്ങൾ നോക്ക്, ചെറിയ ഒരു വിഷയം മാത്രമല്ല ഈ കണ്ടുപിടുത്തം എന്ന് പറയുന്നത്. മനുഷ്യന് ബുദ്ധി കൊണ്ട് കുറെ ചിന്തിച്ച് കുറെ കാര്യങ്ങൾ ഇങ്ങനെ ഒന്നിന്റെ പിറകെ ഒന്നായി കാര്യങ്ങൾ ഗ്രഹിക്കുന്നതിന് ഏറ്റവും കൂടുതൽ പ്രചോദനം നൽകുന്നത് വിശുദ്ധ ഖുർആനാണ്, അഥവാ സയൻസ്. അതിലേക്ക് മനുഷ്യന്റെ ശ്രദ്ധയെ, ബുദ്ധിയെ തിരിച്ചുവിടുന്നത്. അതുകൊണ്ടാണ് അല്ലാഹു തആല ഖുർആനിൽ സംസാരിക്കുമ്പോൾ പർവ്വതങ്ങൾ, നക്ഷത്രങ്ങൾ, സൂര്യൻ, കപ്പൽ, ഇങ്ങനെ തുടങ്ങി കുറെ വലിയ വലിയ വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് തോന്നും എന്താ ഇപ്പൊ വലിയ വലിയ വിഷയങ്ങളിലേക്ക്. മനുഷ്യൻ അങ്ങോട്ട് വികസിച്ച് ചിന്തിച്ച് പഠിച്ച് അങ്ങോട്ട് എത്തണം എന്നാണ് അതിന്റെ അർത്ഥം. നമ്മളോടാണ് അല്ലാഹു തആല പറയുന്നത് സഖറ ലക്കും, നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നു, അധീനപ്പെടുത്തി തന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ, പാകപ്പെടുത്താൻ, വർക്ക് ചെയ്യാൻ, ചിന്തിക്കാൻ, പഠിക്കാൻ അതൊക്കെ പറ്റും. സഖറ ലക്കും ശംസ വൽ ഖമറ ദാഇബൈൻ സഖറ ലക്കുമുൽ ലൈല വന്നഹാർ സഖറ ലക്കും മാ ഫിസ് സമാവാതി വമാ ഫിൽ അർളി ജമീഅൻ. മനുഷ്യന് കീഴ്പ്പെടാത്ത, വഴിപ്പെടാത്ത ഒരു ജീവിയുമില്ല. ഒരു വിഷപ്പാമ്പിനെ പിടിച്ച് അതിന്റെ വിഷം എവിടെയാണെന്നും
എത്ര ഡിഗ്രി ആണെന്നും അതെങ്ങനെയാണ് ഒഴിവാക്കാൻ പറ്റുകയെന്നും എങ്ങനെയാണത് വന്ന് ഉരുക്കൂടുന്നതെന്നും അതിനെ പിടിച്ച് മനുഷ്യൻ പരിശോധിക്കുകയാണ്. എത്ര വിഷവും എത്ര കൊമ്പുള്ളതിനെയും ഒന്ന് പിടിച്ചൊന്ന് മയക്കി റെഡിയാക്കാൻ മനുഷ്യൻ അള്ളാഹു കഴിവെടുത്തിരിക്കല്ലേ. നിങ്ങൾ കണ്ടില്ലേ എത്ര ആൾക്കാരാണ് പാമ്പിനെ പിടിക്കുന്ന ആൾക്കാർ? എല്ലാ കൂട്ടത്തിലുണ്ടത്. നമ്മൾ കാസർഗോഡ് ചെന്നപ്പോ അവിടെ ഉണ്ട് ഒരു ഉസ്താദ്, ഒരു വലിയൊരു, അയാൾക്ക് അവിടെ ഉണ്ടോന്ന് അറിയില്ല. അയാൾക്ക് എന്തെങ്കിലും തിടുക്കം വന്നാൽ അപ്പൊ പഠിച്ചോനെ എന്നിപ്പോ കുറച്ച് പൈസന്റെ ആവശ്യമുണ്ടല്ലോ എന്നയാൾ ചിന്തിക്കുമ്പോഴേക്ക് ആരെങ്കിലും വരും, ഒരു പാമ്പുണ്ട് നിങ്ങളൊന്ന് പിടിച്ചതെന്ന് പറഞ്ഞു. സമർത്ഥമായിട്ട് അയാൾ പാമ്പിനെ പിടിക്കുക, അയാൾക്ക് ഒരു പരിക്ക് കേൾക്കൂല. പക്ഷെ അയാൾക്ക് പെർമിഷൻ ഉണ്ട്, എല്ലാവരും അത് പോയി പിടിക്കാൻ പറ്റില്ലല്ലോ. അതിന് ഒരു പഠനം ഒരു കാര്യം തന്നെ ഉണ്ട്. അയാൾ പോയി അതിന്റെ മട്ടത്തിനെ ഭംഗിയായി പിടിക്കും. വലിയ വലിയ മൂർഖൻ പാമ്പുകൾ കാണുമ്പോഴേക്ക് നമ്മളെ കാര്യമൊക്കെ മാറിപ്പോകും. പക്ഷെ അതിനും മനുഷ്യന് അല്ലാഹു തആല കൊടുത്ത കഴിവ് നോക്ക് നിങ്ങൾ. ഏത് രൂപത്തിലാണ് സംവിധാനങ്ങളൊക്കെ. ഇങ്ങനെ തുടങ്ങി മുകളിലൂടെ ആളില്ലാ വിമാനം പറത്തേണ്ടത് എങ്ങനെയാന്നുള്ളത് മനുഷ്യൻ ആലോചിച്ചു. നമ്മളെ നാട്ടിലെ ആൾക്കാരെ പിന്നാലെ ഒരുപാട് ആൾക്കാർ കൂടുന്നവരുണ്ട്. ആളില്ലാ വിമാനം പോകാൻ പ്രകാശമാണല്ലോ ആവശ്യം. അതിന് ആ പ്രകാശരശ്മികൾ സ്വീകരിക്കുന്നതിന് പഴയകാല ഉപയോഗ വസ്തുക്കൾ, പാത്രങ്ങൾ തുടങ്ങി വീട്ടിന്റെ ഉള്ളിൽ പുറത്തേക്ക് ഇങ്ങോട്ട് കൂടുതൽ പ്രകടിപ്പിക്കാത്ത രീതിയിൽ അറന്റെ ഉള്ളിൽ വെച്ച പഴയ കാലത്തെ വെള്ളിന്റെയും ചെമ്പിന്റെയും ഒക്കെ പാത്രങ്ങൾ ഉണ്ടാവും. അതിന് ലക്ഷക്കണക്കിന് രൂപ വില പറയും. അതെടുക്കാൻ നടക്കുന്ന നല്ല ഒരു ഏജൻസി നാടിന്റെ പല ഭാഗത്തുണ്ട്. അത് കൊണ്ടുപോയി വിൽപ്പന നടത്തി, ആ വിൽപ്പന നടത്തിയ ആൾക്കാർ മേലോട്ട് വിൽപ്പന നടത്തിയിട്ട് അതിൽ നിന്ന് സ്വീകരിക്കുന്ന പ്രകാശത്തിന്റെ കണികൾ അതിങ്ങനെ നേരത്തെ നമ്മൾ ലൈറ്റിനോട് ഇങ്ങനെ കാണിച്ചു കൊടുത്ത ലൈറ്റ് വീസായി പോകും. അത്രയും പ്രകാശരശ്മികളുണ്ട്. കാരണം അത് പുറം ലോകത്തേ കണ്ടിട്ടില്ല. അന്നാണെങ്കിൽ വിളക്ക് ഉപയോഗിക്കേണ്ട കാലമാണ്. അപ്പൊ അത് ഉള്ളിൽ ഉപയോഗിച്ച് പിന്നെ അത് പൂട്ടി വെച്ച അറന്റെ ഉള്ളിലാണ്. വൈദ്യുതീകരിക്കാത്ത വീടുകളിൽ, പഴയ കാലത്തെ വീടുകളിലൊക്കെയാണ് അത് കൂടുതലും ഉണ്ടാകുക. അത് സ്വകാര്യമായി കെട്ടിപ്പൊതിഞ്ഞ് രഹസ്യമാക്കി ഭദ്രമാക്കി കൊണ്ടുപോയി വിറ്റ് അതിൽ എത്ര കട്ടിയും കനത്തിലും ഉണ്ടോ അത് നോക്കിയിട്ട് ഇഷ്ടം പോലെ കാശാ രൂപത്തിൽ വാങ്ങാൻ. അങ്ങനെ ഒരു വിമാനം പറത്തുമ്പോ ഒരു രാഷ്ട്രം അതിലൂടെ ലക്ഷ്യമാക്കുന്ന ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. കാരണം ജീവന്റെ അപായങ്ങളൊന്നും ഇല്ലല്ലോ. ആ വിമാനം കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അവർ ഇവിടെ വെച്ച് കൺട്രോൾ ചെയ്യും കൃത്യമായിട്ട്. ഒരു വിമാനം ഇവിടെ നിന്ന് അങ്ങോട്ട് പറന്നുയർന്ന് അങ്ങേ തല എത്തുന്നത് വരെ ഇവിടുന്ന് നോക്കുകയാണല്ലോ അതിന്റെ കണക്ഷനും കാര്യങ്ങളൊക്കെ. ഇതിനൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് കൂടുതൽ പ്രചോദനം നൽകിയത് വിശുദ്ധ ഖുർആനിലൂടെ കാര്യങ്ങളൊക്കെ വ്യക്തമാക്കി പഠിപ്പിച്ചു. ഒരുപാട് വിഷയങ്ങളിൽ, ഒന്നു രണ്ടിലുമല്ല, ധാരാളം വിഷയങ്ങളിൽ. നിസ്സാരമായി നമ്മൾ മനസ്സിലാക്കുന്ന ഒരു സൃഷ്ടിയാണ്, വളരെ ചെറുതായി നമ്മൾ മനസ്സിലാക്കുന്ന ഒരു സൃഷ്ടിയാണല്ലോ ഈച്ച. ഈച്ചയിൽ തന്നെ അല്ലാഹു തആല വെച്ച പഠനങ്ങൾ എത്രയാണ്. ആ ഈച്ചക്ക് ഒന്നുകൂടി പേരും ഒന്നുകൂടി ചൊറുക്കിന് കൂടുമ്പോ തേനീച്ച എന്നായി മാറും. അത് ഐറ്റംസ് ഒന്ന് വേറെയാണ്. ആ തേനീച്ചയെ കുറിച്ചുള്ള പഠനങ്ങൾ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല ഇങ്ങോട്ട് ആ തേനീച്ചയെ കുറിച്ചുള്ള പഠനങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞപ്പോ ഈ തേനീച്ചയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ആ ഒരു മധുരത്തുള്ളികൾ അതിന് എത്രമാത്രം വല്ല ഔഷധ വീര്യമാണെന്ന് അല്ലാഹു തആല പഠിപ്പിക്കുന്നത്. ഒരൊറ്റ വാക്കിൽ അല്ലാഹു പറഞ്ഞു, ഫീഹി ശിഫാഉൽ ലിന്നാസ്. തേനീച്ചയോട് അല്ലാഹു തആല കൊടുത്ത നിർദ്ദേശമാണല്ലോ, അനിത്തഖിദി മിനൽ ജിബാലി ബുയൂതൻ വമിനശ് ശജരി വമിമ്മാ യഅരിശൂൻ. പെർമിഷനാണ്. നീ എല്ലാ സ്ഥലത്തും പോയി കൂട് കെട്ടിക്കും. പർവ്വതങ്ങളില്, മരങ്ങളില്, ആൾക്കാരെ പൊരന്റെ ഭാഗത്ത് ഇങ്ങനെ ഊട്ടിയാട്ട് ഇട്ടുകൊണ്ട് അതിന് അല്ലാഹു കൊടുത്ത പെർമിഷനാണ്. റബ്ബുക ഇലൻ നഹ്ലി അനിത്തഖിദി മിനൽ ജിബാലി ബുയൂതൻ വമിനശ് ശജരി വമിമ്മാ യഅരിശൂൻ. ആൾക്കാർ കൂട് കെട്ടുന്ന കൂടുകളിലൊക്കെ, അത് പെട്ടിക്കൂടാണെങ്കിലും ശരി, പൊരന്റെ കൂടാണെങ്കിലും ശരി, അപ്പുറത്തെ ഏതെങ്കിലും മരക്കൂടാണെങ്കിലും ശരി, അവിടൊക്കെ നീ പോയി പൊരണ്ടാക്കിക്കോ, കൂട് കെട്ടിക്കോ.
സുമ്മ കുലി മിൻ കുല്ലി സമറാത്തി, നമ്മൾ നോക്കണം. സുമ്മ കുലി മിൻ കുല്ലി സമറാത്തി, എല്ലാ പഴങ്ങളിൽ നിന്നും നീ ഭക്ഷിച്ചു. ഫസ്ലുക്കി സുബുല റബ്ബിക്ക് ദുലുല, അതിനോട് നിർദ്ദേശമാണ്. റബ്ബിന്റെ മാർഗത്തിൽ റബ്ബ് നിനക്ക് കാണിച്ചിരുന്ന ഒരുപാട് റൂട്ടുകളുണ്ട്. ആ റൂട്ടിൽ ആർക്കും ശല്യപ്പെടുത്താതെ ഒതുങ്ങി വിധേയപ്പെട്ട് നീ എല്ലാ ഭാഗത്തേക്കും അങ്ങോട്ട് കടന്നു വന്നു. യഖ്റുജു മിൻ ബുതൂനിഹാ ശറാബുൻ മുഖ്തലിഫുൻ അൽവാനുഹു ഫീഹി ശിഫാഉൽ ലിന്നാസ്. നിറം വരെ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അകങ്ങളിൽ നിന്ന്, വയറ്റിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നു ഷറാബുൻ, പാനീയം, മുഖ്തലിഫുൻ അൽവാനുഹു, വ്യത്യസ്ത നിറത്തിലുള്ള. വ്യത്യസ്ത നിറല്ലേ തേന്? ആരാന്നില്ല ഉണ്ട്. ആ തേന് പിടിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരെ ഞാൻ കണ്ടു. തൃശ്ശൂരിന് കുറച്ച് ഉള്ളിലോട്ട് പോയിട്ട്, അതിനപ്പുറം ഫുള്ള് വനമേഖലയാണ്. അവിടെ ഒരു പരിപാടിക്ക് പോയപ്പോൾ ഞാൻ അങ്ങനെ ആ നാട് കണ്ടിട്ട് കുറെ അങ്ങനെ നോക്കി. ഞാൻ അപ്പുറത്തേക്ക് ഒരു നാടില്ലാത്തതുകൊണ്ട് ഒരു ലോകാവസാനിച്ച മോഡലാണ്. ഒരു വാതിലും ഏതാണ്. അപ്പൊ അവര് കുറെ ആൾക്കാർ ഈ തേന്റെ കർഷകരുണ്ട് അവിടെ. പക്ഷെ അവർക്ക് ഈ തേന് പിടിക്കാൻ പഠിപ്പിച്ചു കൊടുക്കുന്നത് കാട്ടുമനുഷ്യന്മാരാണ്. അപ്പൊ എനിക്കിങ്ങനെ കാണിച്ചു തന്നു, തേനിങ്ങനെ നിരത്തി വെച്ചിട്ട് ഞാൻ നോക്കി. ഒന്നൊന്നിനോട് സാമ്യതല്ല. എത്ര ഐറ്റംസ് തേന്, ഓരോന്നിനോരോ പേരുണ്ട്. അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്, മുഖ്തലിഫുൻ അൽവാനുഹു എന്നാണല്ലോ അല്ലാഹു തആല പറഞ്ഞത്. നമ്മളിങ്ങനെ നോക്കിയിട്ട്, നമുക്ക് നിറം നോക്കിയിട്ട് എന്ത് മനസ്സിലാനാ? അവര് വ്യത്യസ്ത തേന്, ചില തേനിങ്ങനെ കണ്ടപ്പോ ഈ കട്ടൻ ചായയിൽ കൂടുതൽ പൊടി ഇട്ടിട്ടുണ്ട്, നല്ലതുകൊണ്ട് കറുപ്പ് വന്നാണ്ടാവുമല്ലോ, അതേ മോഡല്. അപ്പൊ ഞാൻ ചോദിച്ചു, ഇതും തേനാണോ അല്ലെ കഷായാണോ? അല്ല, അതും തേൻ തന്നെയാണ്. കുറച്ച് തേനിങ്ങനെ അവര് ഒഴിച്ചു തന്നപ്പോ എല്ലാറ്റിനും നല്ല നല്ല രുചിയാണ്. അവരത് പിടിക്കുന്ന മാർഗവും ഒരുമിച്ച് കൂട്ടുന്ന ശൈലിയും ഒക്കെ പറഞ്ഞു, എല്ലാ വിഷയങ്ങളും. അവിടെ ജീവിക്കുന്ന ഏകദേശം ഒരു 10-30% ആൾക്കാരും ഇത് വിൽപ്പന നടത്തി, ഇതിന് ഭാവങ്ങൾ നൽകി. അങ്ങനെയാണ് അവരുടെ ജീവിതം. ഇത് കൃഷിയാണ്. പക്ഷെ അതിനു വേണ്ടി അവിടെ ഏത് ഭാഗങ്ങളിലും ഒരൊറ്റ മരം പോലും വിട്ടൂല. അതങ്ങനെ തന്നെ നിലനിർത്തിയിരിക്കുകയാണ് ആ കാടിന്റെ പ്രദേശം. അങ്ങനെ കാരണം അതിലൊക്കെ ഇവര് വന്ന് കൂടുകൂട്ടുന്ന സ്ഥലമാണ്. യഖ്റുജു മിൻ ബുതൂനിഹാ ശറാബുൻ മുഖ്തലിഫുൻ അൽവാനുഹു ഫീഹി ശിഫാഉൽ ലിന്നാസ്. എന്തിനൊക്കെയാണ് ഇത് മരുന്ന് എന്ന് അല്ലാഹു പറഞ്ഞു? ആ ഫീഹി ശിഫാഉൽ ലിന്നാസ് എന്നുള്ള ഒരു ആയത്തെ, ഒരു കഷ്ണം ഒരുപാട് രോഗങ്ങൾക്കുള്ള മരുന്നായിട്ട് ഈ ഇമാമികൾ വിശദീകരിക്കുന്നുണ്ട്. അതും ഹദീസിൽ നിന്ന് സ്വഹാബിമാർ അനുഭവിച്ചതും അവരുടെ ജീവിതത്തിൽ ഉണ്ടായ സംഭവങ്ങളും ശേഷമുള്ളവരുടെ ജീവിതത്തിൽ ഉണ്ടായ സംഭവങ്ങളൊക്കെ കൂട്ടിയിട്ട്. ഏറ്റവും പ്രധാനം വയറ് സംബന്ധമായ രോഗങ്ങൾക്കാണ്. അവിടെയാണല്ലോ പ്രധാനമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കിടക്കുന്നത്. വയറിന്റെ ഏതെങ്കിലും ഒരു ഭാഗം ഡിസോർഡർ ആയാൽ നമ്മൾ മൊത്തം ഡിസോർഡർ ആവും. ആവൂലേ? കാര്യം കഴിഞ്ഞു. അപ്പൊ വയറ് സംബന്ധമായത്, കാരണം ഇതും പോരിന് വയറ്റിൽ തന്നെയുള്ള യഖ്റുജു മിൻ ബുതൂനിഹാ വയറ്റിൽ തന്നെയുള്ള പോരുന്ന്. അവ കൂടുതൽ ഫിറ്റാണ് വയറിനകത്തുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട്. എന്തെല്ലാണ്ട് നമ്മളിങ്ങനെ എണ്ണിയാൽ ആൾക്കാരിങ്ങനെ പറയും, നെഞ്ചരിച്ചില്, പുളിച്ചു തേട്ടല്, ഒരുപാട് ഇങ്ങനെ പറയും. അവിടെ വേദന, അതുപോലെ തന്നെ ദഹനക്കേട്, എന്തെല്ലാം അസുഖങ്ങൾ പറയും, മൂത്ര തടസ്സം, ഒരുപാട് വിഷയങ്ങൾ പറയും. ആ അത്യാദി വിഷയങ്ങൾക്കൊക്കെ ശിഫയായിട്ട് അല്ലാഹു തആല തരുന്നത് ഈ ഒരു തേനാണെങ്കിൽ, ആ തേനിൽ അല്ലാഹു വെച്ചിരിക്കുന്ന ഔഷധ വീര്യത്തിന്റെ രഹസ്യം എന്താ സഹോദരങ്ങൾ? അതിൽ അത്ര ഔഷധം ഉണ്ടാകാൻ കാരണം വ്യത്യസ്ത പഴങ്ങളിൽ നിന്ന് ഭക്ഷിക്കാനാണ് അല്ലാഹു തആല കൽപ്പന കൊടുത്തത് തേനീച്ചക്ക്, അല്ലേ? ആ പഴങ്ങളൊക്കെ നമ്മളും ഭക്ഷിക്കല്ലേ, അല്ലേ? തേനീച്ച പോയിരിക്കുന്ന ഏതെല്ലാം പഴങ്ങളുടെ നോക്കിയിട്ട് അതൊക്കെ നമുക്കാണ് ഭക്ഷിച്ചാൽ പോരെ. എന്നിട്ടും ഈ ഔഷധവീര്യം നമുക്ക് കിട്ടുന്നുണ്ടോ? അപ്പൊ അതിൽ നന്നായി പഠിക്കാനും പഠന വിധേയമാക്കാനും ഒരുപാട് വിഷയങ്ങളുണ്ട്. ഒന്നും രണ്ടുമല്ല, ഒരുപാട് പഠനങ്ങളുണ്ട്. ഇതൊക്കെ വിശദീകരിച്ചു തരുന്ന കിതാബാണ് അൽ കിതാബിൽ മുബീൻ. ഖുർആൻ വ്യക്തമാക്കുന്ന ഖുർആൻ, കാര്യങ്ങൾ വ്യക്തമാക്കി പഠിപ്പിക്കുന്ന ഖുർആൻ. ഖുർആന് വ്യക്തമാക്കാത്ത ഒരു സംഗതിയും ലോകത്തുള്ള എല്ലാ സംഗതിയും അല്ലാഹു ഖുർആനിൽ വ്യക്തമാക്കുന്നുണ്ട്.
ഖുർആന് വ്യക്തമാക്കുന്ന നമ്മൾ കണ്ടാൽ ഏറ്റവും അതിശയിച്ചു പോകുന്ന വിഷയം പരലോകവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. കാരണം നമ്മൾ കാണാത്തൊരു ലോകാണല്ലോ, നമ്മൾ വിശ്വസിക്കുന്ന കാണാത്തൊരു ലോകാണ്. അതിന്റെ വ്യത്യസ്ത സൂചനകളാണ് അല്ലാഹു തആല ഖുർആനിലൂടെ പറയുന്നത്. വിശദമായ വിഷയങ്ങൾ ഹദീസിലുണ്ട് വിശദീകരണവുമായി ബന്ധപ്പെട്ട്. ഇനി അല്ലാഹു ഖുർആന്റെ അവതരണത്തെ പറ്റിയാ പറയുന്നത്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക ഇന്നാ കുന്നാ മുൻദിരീൻ. ഇന്നാ അൻസൽനാഹു, കാര്യങ്ങളൊക്കെ വ്യക്തമാക്കുന്ന ഈ കിതാബിനെ നാം ഇറക്കി, നാം അവതരിപ്പിച്ചു. ഫീ ലൈലത്തിൻ മുബാറക, അനുഗ്രഹീതമായ ബറക്കത്ത് നിറഞ്ഞ ഒരു രാത്രിയിൽ. ഫീ ലൈലത്തിൻ മുബാറക, ബറക്കത്തുള്ള രാത്രിയിൽ അല്ലാഹു പറയാണ് നാം ഖുർആനിനെ ഇറക്കി. ഇന്നാ കുന്നാ മുൻദിരീൻ. ഖുർആൻ കൊണ്ട് പ്രധാനമായുമുള്ളൊരു ലക്ഷ്യമാണ് അവിടെ പറയുന്നത്. ഖുർആൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് താക്കീതാണ്, മുന്നറിയിപ്പാണ്. മുന്നറിയിപ്പിന്റെ ഇപ്പുറത്തൊരു സന്തോഷ വാർത്തയില്ലേ? ഉണ്ട്. പക്ഷേ മുന്നറിയിപ്പാണ് അല്ലാഹു തആല പലയിടങ്ങളിലും മുന്തിച്ചു പറയുന്നത്. അതാണ് കാര്യമായിട്ടും വേണ്ടത് എന്നതുകൊണ്ടാണ്. സന്തോഷ വാർത്ത അറിയിക്കുന്നത് ചുരുക്കം ചില ആളുകൾക്കാണ്, മുന്നറിയിപ്പ് ധാരാളം ആളുകൾക്കുണ്ട്. അതുകൊണ്ടാണ് സൂറത്തുൽ കഹ്ഫിലും മുന്നറിയിപ്പിനെ പറ്റിയാണ് അല്ലാഹു ആദ്യം പറഞ്ഞത്. വലം യജഅൽ ലഹു ഇവജ ഖയ്യിമൻ, പിന്നെ ലിയുൻദിറ ബഅസൻ ശദീദൻ മിൻ ലദുൻഹു. ലിയുൻദിറ, മുന്നറിയിപ്പ് നൽകാൻ വേണ്ടി. ലിയുൻദിറ ബഅസൻ ശദീദൻ മിൻ ലദുൻഹു, അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് കഠിനമായ ശിക്ഷയെക്കുറിച്ച് താക്കീത് ചെയ്യാൻ വേണ്ടി, മുന്നറിയിപ്പ് നൽകാൻ വേണ്ടി. ചിലയിടങ്ങളിലൊക്കെ അല്ലാഹു മുന്നറിയിപ്പാണ് ആദ്യം പറയാം, താക്കീതാണ് ആദ്യം പറയാം. ഇപ്പുറത്ത് സന്തോഷമുണ്ട്. ഖുർആൻ ഇറക്കിയ വിഷയം തന്നെ തൊട്ട് താഴെ വൈബശ്ശിറൽ മുഅ്മിനീൻ എന്ന് അല്ലാഹു പറയുന്നുണ്ട്, മുഅ്മിനീങ്ങൾക്ക് സന്തോഷം അറിയിക്കാൻ. പക്ഷെ ആ സന്തോഷത്തെക്കാളും മേലെയാണ് മുന്നറിയിപ്പ്, അതാണ് ആദ്യം വേണ്ടത്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഇന്നാ കുന്നാ മുൻദിരീൻ, നമ്മൾ മുന്നറിയിപ്പ് നൽകുന്നവരാണ്, താക്കീത് ചെയ്യുന്നവരാണ്, ആളുകളെ ഉണർത്തുന്നവരാണ്, ഓർമ്മപ്പെടുത്തുന്നവരാണ്. ഇനി ആ രാത്രിയുടെ ഒരു മഹത്വം പറയാണ്, ആ ബറക്കത്തുള്ള രാത്രിന്റെ മഹത്വം. ഫീഹാ യുഫ്റഖു കുല്ലു അംരിൻ ഹകീം. ഫീഹാ, ആ രാത്രിയിൽ, യുഫ്റഖു, വിട്ടുപിരിക്കപ്പെടും, കുല്ലു അംരിൻ ഹകീം, എല്ലാ തീരുമാനിക്കപ്പെട്ട കാര്യങ്ങളെയും, തീരുമാനിക്കപ്പെട്ട കാര്യങ്ങളുടെ പകർപ്പ് കൈമാറ്റം ചെയ്യപ്പെടുന്ന രാവ്. ലൈലത്തുൽ ഖദറാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് മഹാന്മാർ പറയുന്നു. എല്ലാ ഖുർആൻ പണ്ഡിതന്മാരും പറയുന്നു, ഖുർആൻ ഇറക്കിയ രാത്രി അത് ലൈലത്തുൽ ഖദറാണ്. ലൈലത്തുൽ ഖദറിൽ അല്ലാഹു തആല ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് ഖുർആൻ മൊത്തമായി അല്ലാഹു തആല ഒന്നാം ആകാശത്തിലേക്ക് ബൈത്തുൽ ഇസ്സ എന്ന സ്ഥലത്തേക്ക് അല്ലാഹു ഇറക്കി. അതാണ് ഈ പറയുന്നത്. അവിടുന്ന് പിന്നെ ഘട്ടം ഘട്ടങ്ങളായിട്ട് 23 വർഷത്തിലായിട്ട് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം. ഖുർആൻ അല്ലാഹു എപ്പോൾ ഇറക്കിയെന്നാ പറഞ്ഞത്? ഫീ ലൈലത്തിൻ. ഖുർആന്റെ അവതരണത്തിന് അല്ലാഹു തെരഞ്ഞെടുത്ത് പകലല്ല, പിന്നെ രാത്രിയാണ്. എന്താ രാത്രിക്ക്? പകലല്ലല്ലോ, പകല. നമ്മളിപ്പോ ഈ ഓതുണൊക്കെ എങ്ങനെ ഇനി കുറച്ച് ചെറിയ സൂറത്തിൽ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദറാണ്. ലൈലത്തുൽ ഖദർ എന്നാണ്, രാത്രിയല്ലേ. ഖുർആന്റെ അവതരണത്തിന് അല്ലാഹു തആല തെരഞ്ഞെടുത്ത രാത്രിയാണ്. എന്താ കാരണം? രാത്രി എന്നുള്ളത് സമാനുൽ മുനാജാത്ത്, അല്ലാഹുവുമായി സംഭാഷണം നടത്തുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം, സമയം രാത്രിയാണ്. ഏറ്റവും കൂടുതൽ റഹ്മത്ത് വർഷിക്കുന്നത്, അല്ലാഹു തആലാന്റെ ഭാഗത്തുനിന്ന് കാരുണ്യങ്ങൾ വർഷിക്കുന്നത്, ബഹുമാനങ്ങൾ ഇറങ്ങുന്നത് ഒക്കെ രാത്രിയാണ്. അതുകൊണ്ടാണ് ചില മഹാന്മാരൊക്കെ, ഭരണാധികാരികളിൽപ്പെട്ട ചില മഹാന്മാരടക്കം രാത്രി വിസിറ്റേഴ്സിന് പ്രവേശനമില്ല, അങ്ങനെ പറഞ്ഞവരും. ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഹിംസിലേക്ക് അയച്ച, ഗവർണറായി പറഞ്ഞയച്ച മഹാനാണ് ബഹുമാനപ്പെട്ട സഈദ് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു. രാത്രി കതക് തുറക്കൂല, ആരും ഒന്ന് മുട്ടിയാൽ. അപ്പൊ ഖലീഫിനോട് പരാതി പറഞ്ഞ കൂട്ടത്തിൽ ഒരു പരാതിയായിരുന്നു അത്. നിങ്ങളെ ഗവർണറെ പറ്റി എന്തെങ്കിലും പറയാണ്ടെന്ന് വെച്ചപ്പോ പറയാണ്ട്, ഒന്ന്, രാത്രി അദ്ദേഹം കതക് തുറക്കൂലെന്നോ, ഇശാസ്കാരം കഴിഞ്ഞ് വന്ന് കയറിയ പിന്നെ സുബഹി വരെ വിളിച്ച വാതിൽ തുറക്കൂല.
ഇപ്പം റളിയല്ലാഹു അൻഹു ഭരണാധികാരി ആകുമ്പോൾ വാതിൽ തുറക്കണല്ലോ അല്ലേ? നമ്മൾ പൊതുവെ പറയില്ലേ, ഈ ഡോക്ടർമാരും അതുപോലെ തന്നെ ഉസ്താദ്മാരൊക്കെ രാത്രി ചിലപ്പോഴൊക്കെ സാഹസപ്പെടേണ്ടി വരും, ബുദ്ധിമുട്ടേണ്ടി വരും. എപ്പോഴാ മുട്ടണ അപ്പൊ പോകേണ്ടി വരും. പല കാര്യങ്ങൾക്ക് വേണ്ടി ഡോക്ടർമാരൊക്കെ ഒരു വലിയ ഖിദ്മത്താണ് ചെയ്യുന്നത്. ഓരോ വാതിൽ രാത്രി പോയി മുട്ടും, 2 മണിക്ക് മുട്ടും. 1 മണിക്ക് ഒരാൾ മുട്ടി, അയാളെ നോക്കി കുറച്ചു കഴിഞ്ഞ് നല്ല ഉറക്കിങ്ങനെ വന്ന് 2:30 പിന്നെയും മുട്ടിലാണ്. അങ്ങനൊക്കെ മുട്ട് വരും. ഡോക്ടർ ആകുമ്പോൾ അയാൾ ആശ്രയിക്കുമ്പോൾ അങ്ങനല്ലേ. അപ്പൊ ഈ രാത്രി സമയത്ത് എന്താ നിങ്ങൾ പുറത്തു വരാത്തത് എന്ന് സയ്യിദ് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോൾ മഹാൻ പറഞ്ഞു, ആരും അറിയരുത് എന്നായിരുന്നു എന്റെ ധാരണ. ഖലീഫ ചോദിച്ചതുകൊണ്ട്, ജനങ്ങളെ മുന്നിൽ വെച്ച് ചോദിച്ചുകൊണ്ട് പറയാതിരിക്കാൻ മാർഗമില്ലല്ലോ, അതുകൊണ്ട് പറയട്ടെ. രാത്രി മുഴുവനായിട്ടും ഞാൻ ഇബാദത്തിന് വേണ്ടി നീക്കി വെച്ചത് കൊണ്ടാണ് ആളുകളിലേക്ക് വരാത്തത്. എനിക്കൊരുപാട് കാര്യങ്ങൾ രാത്രി ചെയ്യാനുണ്ട്, ആ ഒരു വിഷയമുള്ളത് കൊണ്ടാണ് ഞാൻ കഥ കിടക്കുന്നത്. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അൽഹംദുലില്ലാഹ്, എന്റെ ധാരണ അള്ളാഹു തിരുത്തിയിട്ടില്ല. ഞാനും ധരിച്ച് നിങ്ങളെ പറ്റി അങ്ങനെയാണ്. ഞാൻ എന്റെ പകൽ മുഴുവനും ആളുകൾക്ക് വേണ്ടി ഒഴിഞ്ഞു വെക്കുന്നുണ്ട്. എന്റെ പകലിൽ എന്റെ ഫർദ് നിസ്കാരം സുന്നത്ത് നിസ്കാരം ഇല്ലാത്ത ബാക്കി ടൈം മുഴുവനും ജനങ്ങൾക്ക് വേണ്ടിയാണല്ലോ. അപ്പൊ അള്ളാഹുവിലേക്ക് തിരിയാൻ എനിക്കൊരു ടൈം വേണ്ടേ? എല്ലാം ഫറാഗായിട്ടൊക്കെ ഒഴിഞ്ഞു ഒരു ഒഴിഞ്ഞ മനസ്സോടെ, മനസാന്നിധ്യത്തോടെ അള്ളാഹുവിലേക്ക് തിരിയാൻ ഒരു നേരം വേണ്ടേ? അതിനു വേണ്ടി രാത്രി വെച്ചതാണ്. അതാണ് തുറക്കാത്തത്. ചില അടിമകളെ ചരിത്രത്തിൽ കാണാം, രാത്രി ജോലി തരാതിരിക്കുകയാണെങ്കിൽ നിങ്ങളെ അടിമയായിട്ട് ഞാൻ വരാം, പകലെത്രയും ജോലി എടുപ്പിച്ചോളി. അടിമകൾ എന്ന് പറഞ്ഞാൽ 24 മണിക്കൂർ എപ്പോഴും കൽപ്പിക്കാം, എപ്പോഴും പോകാം, എപ്പോഴും ഉത്തരവ് വരാം, ആ രീതിയിലാണ്. പക്ഷെ രാത്രിയിൽ അങ്ങനെ പ്രത്യേകം കാര്യങ്ങളൊന്നും നിർദ്ദേശിക്കരുത് എന്ന് ഷർത്ത് വെച്ച് വന്ന ഒരു അടിമ, എന്താ ഇപ്പൊ രാത്രി ഇയാൾ ഒരു പണിയും പറയരുത് എന്ന് പറയാൻ കാരണം? എന്ന് രാത്രി നിങ്ങൾ എന്നെ നോക്കരുത്, എന്നെ വിളിക്കരുത്, എന്നെ വീക്ഷിക്കരുത്. അപ്പൊ അയാളെ റൂമിലേക്ക് സയ്യിദ് ഇങ്ങനെ എത്തി നോക്കുന്ന സമയത്ത് ആ റൂമിൽ വല്ലാത്ത ഒരു വെളിച്ചം ഇങ്ങനെ മേലോട്ട് മുട്ടി നിൽക്കുന്നത് കാണുന്നു. രാത്രി അങ്ങോട്ട് പ്രവേശിക്കരുത് എന്നാണ് അടിമന്റെ കൽപ്പന. കതക് പതുക്കെ ഇങ്ങനെ തുറന്നു കണ്ടപ്പോ കണ്ടതാണ്. ഇതേ കാഴ്ച ഭാര്യയെയും വിളിച്ച് അയാൾ കാണിച്ചു കൊടുത്തു. നോക്ക്, എന്താണിപ്പോ കാണുന്നത്? അപ്പൊ ഭാര്യ പറഞ്ഞു, അയാൾ ഒരു നിലക്കും നമ്മളെ അടിമയാക്കി വെക്കാൻ പറ്റൂല, നമ്മൾ വിചാരിച്ച ആളല്ലത്. രാത്രി നിങ്ങളോട് ഒരു എക്സ്ക്യൂസ് ചോദിച്ചത് ഞാൻ വിചാരിച്ച ആൾ ഉറങ്ങാനായിരിക്കും. അപ്പൊ സയ്യിദ് പറഞ്ഞു, യജമാനൻ ഞാനും വിചാരിച്ച ഉറങ്ങാനായിരിക്കുന്ന, പക്ഷെ ഇത് ഉറങ്ങണ പരിപാടി ഇല്ലല്ലോ. എന്താണ് കാണുന്നത്? അയാള് സുജൂദിലും റുക്കൂവിലൊക്കെ പോകുന്ന ആ സ്ഥലത്തുനിന്ന് ഒരു വല്ലാത്ത പ്രകാശം ഇങ്ങനെ മേലോട്ട് അങ്ങനെ നീണ്ടു കിടക്കാണ്. അതാണ് ഇവര് ഇരുട്ടുള്ള റൂമിൽ അവർ കാണുന്ന വെളിച്ചം കണ്ടിട്ടാണ് അവർ നോക്കുന്നതിനെ. അങ്ങനെ പിറ്റേന്ന് അദ്ദേഹത്തെ വിളിച്ചു. അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ച് പറഞ്ഞേക്കുന്ന സമയത്ത് അയാളെ കണ്ടീഷൻ എന്താണെന്നറിയാം? എന്നിൽ നിന്ന് നിങ്ങൾ വല്ലതും കണ്ടെങ്കിൽ ഒരാളോട് പറയരുത് എന്നാണ്. നിങ്ങൾ ആരിലേക്കെങ്കിലും എന്റെ വല്ല വിവരങ്ങളും നിങ്ങൾ നൽകുന്ന പക്ഷം എനിക്ക് ഈ ദുനിയാവ് വിട്ട് പോകേണ്ടി വരും. അവരല്ലാഹുമായിട്ടുള്ള ഒരു അടുപ്പം അങ്ങനെയാണ്. അതാരാ? ഇത് സാധാരണ അടിമയെ ഞാൻ ഈ പറയുന്നത്. പക്ഷെ അവരൊക്കെ തെരഞ്ഞെടുത്ത ഒരു നേരമുണ്ട്, ഇബാദത്തിന് വേണ്ടി അവർ കാത്തു കഴിഞ്ഞൊരു സമയമുണ്ട്, അത് രാത്രിയാണ്. ഇബാദത്തുകളെ കൂട്ടത്തിൽ നല്ല നല്ല ബന്ധമുള്ള നല്ല നല്ല പ്രത്യേകതയുള്ള ഇബാദത്തും അല്ലാഹു തആല വെച്ചിരിക്കുന്നത് രാത്രിയിലാണ്. നിസ്കാരങ്ങളെ കൂട്ടത്തിൽ ജുമുഅ കഴിഞ്ഞാൽ ഏറ്റവും, ജുമുഅക്ക് പിന്നെ ജമാഅത്തും മറ്റു പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇതിന് മഹത്വം കൂടുതൽ. ഏറ്റവും ബന്ധമുള്ള ഏറ്റവും ഷറഫുള്ള നിസ്കാരം രാത്രിയിലല്ലേ? സുബഹി പകല്ല, അത് ശരി, സുബിയാമത്തിന് പകല, സുബഹി രാത്രിയിലാണ്. ഇശാപ്പയ നീണ്ട് നിസ്കരിക്കാൻ പറ്റിയ നിസ്കാരമാണല്ലോ ഇശ, രാത്രിയാണ്. തറാവീഹ് തന്ന് പകലാണെങ്കിലേ പള്ളിയിലൊക്കെ എത്ര ആള് കൂടുന്നു, പള്ളി കണക്കന്നെ. പക്ഷെ രാത്രിയിലാണ് അള്ളാഹു തന്നത്. കാരണം ആ തറാവീഹിന്റെ സൗന്ദര്യം ഏറ്റവും കൂടുതൽ ജ്വലിച്ചു നിൽക്കുന്നത് രാത്രിയിലാണ്. സുന്നത്ത് നിസ്കാരങ്ങളിൽ വിത്ർ രാത്രിയാണല്ലോ. കണക്കില്ലാത്ത ഷറഫ് പറഞ്ഞ നിസ്കാരമാണ് തഹജ്ജുദ്. അതെപ്പോഴാ? രാത്രിയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല മഖാമും മഹ്മൂദ് ഓഫർ ചെയ്തിട്ട് നൽകിയൊരു സുന്നത്ത് നിസ്കാരമാണ് തഹജ്ജുദ്. മഖാമും മഹ്മൂദ് എന്ന് പറഞ്ഞാൽ ഇവിടെ കിട്ടുന്ന ഒരു അധികാരം ഒരു സ്ഥാനവും പോലെയല്ല. മഖാമും മഹ്മൂദിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കയറി നിൽക്കുമ്പോൾ
അത് ആഗ്രഹിക്കാത്ത ഒരൊറ്റ നേതാവ് ഉണ്ടാകൂല. അങ്ങനത്തെ ഒരു പവർ പറഞ്ഞാണ്, അങ്ങനത്തെ ഒരു മഹത്വം ഒരു സ്റ്റേജ് പറഞ്ഞാണ്. തങ്ങൾ മക്കാമും മഹമൂദിലേക്ക് അങ്ങോട്ട് കയറി നിൽക്കുമ്പോ ലോകത്ത് ആ മക്കാമും മഹമൂദി എനിക്ക് കിട്ടേണ്ടിയിരുന്നു എന്ന് ആഗ്രഹിക്കാത്ത ഒരൊറ്റ നേതാവ് ഉണ്ടാകൂല എന്നാണ് ഹദീസിൽ പറഞ്ഞത്. പൂർവീകരും പിൽക്കാലക്കാരുമായ മുഴുവൻ സ്വാലിഹീങ്ങളും ആ ഒരു സ്ഥാനത്തെ കുറിച്ചുള്ള ഒരു ആഗ്രഹം ഉണ്ടാകും. എന്താണ് ആ സ്റ്റേജ്? ആ മക്കാമും മഹമൂദിലേക്ക് അങ്ങോട്ട് കയറിയിട്ട് അവിടുന്ന് അങ്ങോട്ട് സുജൂദ് ചെയ്യുന്ന ആ സുജൂദിനാണ് അല്ലാഹു തആല മാർക്ക് ചെയ്യുന്നത്. ഓ നബിയെ, തങ്ങളങ്ങ് തല ഉയർത്തുക, ചോദിക്കുക, ചോദിക്കുന്നത് നൽകപ്പെടാം, ശഫാഅത്ത് ചെയ്യുക, സ്വീകരിക്കപ്പെടാം. ആ ഒരു വാക്ക്, ആ ഒരു വർത്തമാനം നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ലോകത്തില് ഒരൊറ്റ നേതാവിന് മാത്രം അള്ളാഹു നൽകുന്ന ഒരു പദവിയാണ് മഖാമും മഹ്മൂദ്. അത് തങ്ങൾക്ക് ആ മഖാമും മഹ്മൂദ് നൽകണേ നൽകണേ എന്ന് നമ്മൾ ഓരോ ബാങ്കിന്റെ പിന്നിലും പ്രാർത്ഥിക്കുമ്പോ നമുക്കത് വഴി ശഫാഅത്ത് ലഭിക്കുമെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു പ്രതീക്ഷയ്ക്ക് വേണ്ടിയാണ് നമ്മൾ അത് ദ്വാരക്കുന്നത്. ഉബഅസ്ഹു മഖാമും മഹ്മൂദൻ അല്ലദി വഅത്ത, ആ ഒരു ദുആ ദ്വാരക്കുന്നത്. പക്ഷെ ആ ഒരു സ്ഥാനം ആ നേതാവിന് സ്വന്താണ്. അതിന് അല്ലാഹു തആല മഖാമും മഹ്മൂദ് നൽകുന്നതിന്റെ മുന്നോടിയായി പറഞ്ഞ വിഷയം എന്താ? വമിനൽ ലൈലി ഫതഹജ്ജദ് ബിഹി നാഫിലതൻ ലക അസാ അൻ യബ്അസക റബ്ബുക മഖാമൻ മഹ്മൂദ. നബിയേ, ഒരു സുന്നത്ത് നിസ്കാരമുണ്ട്, പക്ഷെ തങ്ങൾക്കത് സുന്നത്തല്ല, ഫർളാണ്. തഹജ്ജുദ് അത് തങ്ങളങ്ങ് നിർവഹിച്ചോളി. തഹജ്ജുദ് തങ്ങൾക്ക് ഫർളാണ്. നാഫിലതൻ ലക എന്ന് പറഞ്ഞാൽ ഒരു എക്സ്ട്രാ ഫർളായിട്ട്. നമുക്കൊക്കെ 5 ഫർളല്ലേ, തങ്ങൾക്കൊരു തഹജ്ജുദ് ഫർളാണ്. തങ്ങളെ നിർവഹിക്കൂ. തങ്ങൾക്ക് ഞാൻ എന്ത് തരും? മഖാമും മഹ്മൂദ് തരും. അസാ അൻ യബ്അസക റബ്ബുക മഖാമൻ മഹ്മൂദ, മഖാം മഹ്മൂദ് നബിയെ. അപ്പൊ ഇതിന് കാരണമായി അല്ലാഹു തആല വെച്ച ഇബാദത്ത് രാത്രിയിലാണ്. ദുആ പകലും രാത്രിയും നോക്കുമ്പോ ദുആഇന് ഏറ്റവും ഷറഫുള്ളത് എപ്പോഴാ? രാത്രിയിലാ സഹോദരങ്ങളെ. ഖുർആനോത്തിന് ഏറ്റവും ഷറഫുള്ളത് എപ്പോഴാ? രാത്രിയിലാണ്. എല്ലാം നോക്കുന്ന സമയത്ത് രാത്രിക്കുള്ള മഹത്വം. വഫിൽ ലൈലി ഫറാഗുൽ ഖുലൂബ്, രാത്രിയാണ് സത്യത്തിൽ ഖൽബിന് ശരിക്കൊരു ഫറാഗ് കിട്ടുന്നത്. എല്ലാ ആളുകൾക്കും ഖൽബിനൊരു ഒഴിവ്. ഇഖ്റ പകലിറങ്ങി, രാത്രി ഇറങ്ങിയ, രാത്രി അല്ലാഹു തആല ഖുർആനിൽ ഇറക്കി. അതിന്റെ ഒരു കാരണം മഹാന്മാർ പറയുമ്പോ ഈ രൂപത്തിൽ ഒരുപാട് വിഷയങ്ങൾ അല്ലാഹു തആല ആ രാത്രിക്ക് വെച്ചിട്ടുണ്ട്. മാത്രല്ല, ഖുർആൻ ഇറങ്ങിയ രാത്രി എന്ന നിലക്കുള്ള ആ രാത്രിക്ക് അല്ലാഹു ഇവിടെ പറഞ്ഞൊരു വിശേഷണം മുബാറക എന്നാണ്. ബറക്കത്തുള്ള രാത്രി. അത് അന്നത്തെ രാത്രിക്ക് മാത്രല്ല, എല്ലാ വർഷവും ആ രാത്രി ആവർത്തിച്ചു വരുമ്പോൾ ആ ലൈലത്തുൽ മുബാറക്കയുണ്ട്. അത് അന്നൊരു രാത്രി കൊണ്ട് തീർന്നോ? പിന്നെ ഒരു മഹത്വം നമ്മളിങ്ങനെ പഠിപ്പിക്കാൻ ഉണ്ടാവുള്ളൂ. ലൈലത്തുൽ മുബാറക്ക എന്നല്ലേ അള്ളാഹു പേര് പറഞ്ഞത്. ഖുർആൻ ഇറങ്ങിയ രാത്രിക്ക് എന്താ പറഞ്ഞത്? ലൈലത്തുൻ മുബാറക്ക, ബറക്കത്തുള്ള രാത്രി. അത് അന്നത്തോട് തീർന്നോ? ഇല്ലെന്നാണ് ഖുർആൻ പണ്ഡിതന്മാർ പറയുന്നത്. അല്ലാഹു തആല ആ രാത്രി അങ്ങനെ തെരഞ്ഞെടുത്തുകൊണ്ട് ആ രാത്രി കാലാകാലം മുബാറക്ക രാത്രിയാണ്. അതുകൊണ്ടാണ് ലൈലത്തുൽ ഖദറിന് അത്രയും കൂടുതൽ ആളുകൾ പ്രതീക്ഷിക്കാനുള്ള കാരണം. ആ ലൈലത്തുൽ ഖദറിന് ബറക്കത്തുണ്ട് എന്നുള്ളതിന് ഒരു സംശയവുമില്ല. അത്ര ബറക്കത്തുള്ള ഒരു രാത്രി ഏതാണ്? എത്രമാത്രം വലിയ ബറക്കത്താണ്. ആ ബറക്കത്തിന് നമുക്ക് കാരണമായത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അതുകൊണ്ടാണ് തങ്ങളെ രാത്രി എന്നുള്ള നിലക്ക് ലൈലത്തുൽ മൗലിദിനും നമ്മൾ പരിഗണന കൊടുക്കുന്നത്. ഈ ലൈലത്തുൽ മുബാറക്ക അടങ്ങുന്ന എല്ലാ സന്തോഷങ്ങൾക്കും സുവിശേഷങ്ങൾക്കും കാരണമായി വർത്തിച്ച തങ്ങളാണല്ലോ. അതുകൊണ്ട് തങ്ങൾ പിറന്ന രാത്രിക്ക് കൂടുതൽ ബഹുമാനമുണ്ട്, മഹത്വമുണ്ട്, കാരണമുണ്ട്. കാരണം ഇതിനൊക്കെ കാരണം അവിടുന്ന് ആ പിറന്ന രാത്രിയാണ്. ഖുർആൻ ഇറങ്ങിയ രാത്രിയെ പറ്റി അല്ലാഹു പറഞ്ഞു, ലൈലത്തിൻ മുബാറക്ക ഇന്നാ കുന്നാ മുൻദിരീൻ. ബറക്കത്താക്കപ്പെട്ട രാത്രി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലൈലത്തുൽ ഖദറാണ്. അന്നാണ് ഖുർആൻ മൊത്തമായിട്ട് അല്ലാഹു ഇറക്കിയത്, 1-ാം ആകാശത്തിലെ ബൈത്തുൽ ഇസ്സയിലേക്ക്. എന്തിനാണ് അല്ലാഹു? നോക്ക്, നിങ്ങൾ മറ്റു ഗ്രന്ഥങ്ങളൊക്കെ ഇറക്കുമ്പോൾ ഇവിടെ ഒരുപാട് പഠിക്കാണ്ട് നമുക്ക്. ഖുർആൻ ഇങ്ങനെയാണ് ചർച്ച ചെയ്ത് തന്നാ പോരാ. മറ്റു ഗ്രന്ഥങ്ങളൊക്കെ ഇറക്കുമ്പോ ഇങ്ങനെ ഒരു 1-ാം ആകാശത്തിലേക്ക് ഒന്ന് ഇറക്കി, പിന്നെ ഒന്ന് ഭൂമിയിലേക്ക് അങ്ങനെ ഇറക്കിനോ? എന്തേ? നിങ്ങൾ നല്ലോണം ചിന്തിക്കുക, കാര്യങ്ങൾ കേൾക്കുമ്പോൾ നല്ലോണം പഠിക്കണം. തൗറാത്ത് അല്ലാഹു ഇറക്കിയില്ലേ, ഇഞ്ചീൽ, സബൂർ, അത് നിങ്ങൾ എവിടെയെങ്കിലും അതിന്റെ വിവരണത്തിൽ ഒന്നങ്ങനെ ഇറക്കിയിട്ട് പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ട് അങ്ങനെ ഉണ്ടോ?
എന്താ ഖുർആൻ ഇങ്ങനെ? ഖുർആന് 2 അവതരണം അല്ലേ? ഒന്നാം ആകാശത്തിലേക്ക് ഇറക്കിയ അവതരണം ഇപ്പൊ പറയണത്. അത് ഈ ഖുർആൻ കൊണ്ട് അല്ലാഹു തആല ബറക്കത്തും ഉപകാരവും നൽകുന്ന ഭൂമിയിലെ ആളുകൾക്ക് മാത്രമല്ല, ആർക്കുണ്ട്? ആകാശലോകത്തുള്ള സർവ്വ ആളുകൾക്കുണ്ട്. അതിനാണ് ഒരു അവതരണം അവിടെ, പിന്നെ അവിടുന്ന് ഇങ്ങോട്ടും. അങ്ങനെ ഖുർആന് നമുക്ക് മാത്രം ഒരു ബറക്കത്തിനും നമുക്ക് മാത്രം ഒരു സന്തോഷത്തിനും ആയാൽ പോരാ, ഞങ്ങളിലേക്കും അല്ലാഹു തആല ഖുർആൻ ഇറക്കിയിട്ടുണ്ട് എന്ന് മലക്കൾ പറയും. ഞങ്ങളിലേക്കും ഇറക്കിയിട്ടുണ്ട്. ബൈത്തുൽ ഇസ്സയിലേക്ക്, 1-ാം ആകാശത്തിലേക്ക് ഞങ്ങളിലേക്കും അല്ലാഹു ഖുർആൻ ഇറക്കി. അവിടുന്ന് പിന്നെ ഘട്ടം ഘട്ടമായിട്ട് 23 വർഷത്തിലായിട്ടാണ് അല്ലാഹു തആല ഖുർആൻ ഇറക്കിയത്. ഇങ്ങനെ അല്ലാഹു അവന്റെ ഒരു കിതാബിനെ ഇറക്കിയത് ഖുർആനെ മാത്രമാണ്. ബാക്കിയുള്ളത് തൗറാത്തൊക്കെ ഒറ്റടി ഘട്ടമായിട്ട് ഇറക്കി, ഇഞ്ചീലും ഒരു ഘട്ടമായിട്ട് ഇറക്കി, സബൂർ ഒരു ഘട്ടമായിട്ട് ഇറക്കി. പക്ഷെ ഖുർആൻ അങ്ങനെ പോരാ. ഖുർആന് വിവിധ അവസ്ഥകൾക്കനുസരിച്ചാണ് അല്ലാഹു തആല ഖുർആൻ ഇറക്കുന്നത്. ആ വിവിധ അവസ്ഥകൾ തന്നെയാണ് പിന്നെ ലോകത്ത് ആവർത്തിച്ച് വന്നുകൊണ്ടിരിക്കുന്നത്. അതിന് ഡിഗ്രി കൂടാന്നല്ലാതെ കുറഞ്ഞിട്ടില്ല. ഏതാണ്? ഖുർആൻ ഉണ്ടായിരുന്ന സമയത്തുള്ള കലഹങ്ങൾ, സംഘട്ടനങ്ങൾ, ഉച്ചനീചത്വങ്ങൾ, അതൊക്കെ ഖുർആൻ കൊണ്ട് അല്ലാഹു തആല കെടുത്തിക്കളഞ്ഞ് നല്ല സന്മാർഗസ്ഥരായ ഒരു സമൂഹത്തെ ഖുർആൻ കൊണ്ട് വാർത്തെടുത്ത് അതൊക്കെ സമൂഹത്തിന്റെ മുന്നിൽ അല്ലാഹു തആല അവരെ നേതാക്കളായി മാതൃകായോഗ്യരാക്കി വെച്ച് വിശുദ്ധ ഖുർആനിന്റെ വിശുദ്ധി ലോകത്ത് അല്ലാഹു തആല നട്ടു വളർത്തി പിടിപ്പിച്ച് പച്ചപ്പാക്കി കാണിച്ചു തന്നു. പിന്നെ അതങ്ങനെ വന്ന് ആ ഒരു സമൂഹം അങ്ങനെ കഴിഞ്ഞുപോയി. അടുത്ത തലമുറയും കഴിഞ്ഞുപോയി, അടുത്ത തലമുറയും കഴിഞ്ഞുപോയി. ഒരു 3 നൂറ്റാണ്ട് കഴിഞ്ഞപ്പോ പിന്നെയും പഴയതിലേക്ക് ഇങ്ങനെ ആളുകൾ പോകാൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ ആ പഴയ ആവർത്തനങ്ങളിലേക്ക്. അപ്പോഴും പിന്നെ അവരതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത് ഖുർആൻ തന്നെയാണ്. അന്നത്തെ ഏത് കാരണം കൊണ്ടാണോ വിഷയം ഉണ്ടായത്, അതേ വിഷയങ്ങൾ തന്നെ പിന്നീട് ആവർത്തിച്ചു വരുന്നത്. ഇപ്പോഴും ലോകം അവസാനിക്കാൻ പോകുമ്പോ പഴയ അവസ്ഥയിലേക്ക് തന്നെയാണ് ലോകം മടങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിനും പരിഹാരം ഈ ഖുർആൻ തന്നെയാണ്. അതുകൊണ്ടാണ് ഒറ്റ വാക്കിൽ പറയാറുള്ളത്, ലാ യസ്ലഹു ആഖിറു ഹാദിഹിൽ ഉമ്മ ഇല്ലാ ബിമാ സ്വലഹ ബിഹി അവ്വലുഹാ. ഈ ഉമ്മത്തിന്റെ ആദ്യത്തെ ഘട്ടം ആൾക്കാർ സ്വഹാബല്ലേ, അവർ ഏതുകൊണ്ടാണോ ഉത്കൃഷ്ടരായത്, നന്നായത്, ആ ഒരു കാര്യം കൊണ്ട് തന്നെ ആഖിറുൽ ഉമ്മയും നന്നാകുള്ളൂ. വേറൊരു കാര്യം കൊണ്ട് അവരേതുകൊണ്ടാണ് നന്നായത്? ഈ ഖുർആന്റെ അധ്യാപനങ്ങൾ മുറുകെ പിടിച്ച് ജീവിച്ചതുകൊണ്ടല്ലേ. അതേ പോയിന്റിൽ തന്നെയാണ് ആഖിറുൽ ഉമ്മത്തും നന്നാകുക. ഒരു പുതിയ പരിഷ്കരണം കാരണം കൊണ്ട് നന്നാവൂല. ഇതേ വിഷയം കൊണ്ട് തന്നെ നന്നാവുള്ളൂ, ഇതേ കാര്യങ്ങളെ കൊണ്ട് തന്നെ നന്നാവുള്ളൂ, നന്നാകാൻ കഴിയുള്ളൂ. അപ്പൊ അന്നത്തേക്കും ഇന്നത്തേക്കും ഒക്കെ ഖുർആൻ അന്നത്തേക്കുള്ള വിഷയങ്ങൾക്ക് മതിയായെങ്കിൽ ഇന്നത്തേക്കുള്ള വിഷയങ്ങൾ ഖുർആൻ ഏതായാലും മതിയായതാണ്. കാരണം അന്നത്തെ ചൂടും ചുക്കാന്തിയും നമ്മൾ കേട്ടു നോക്കുമ്പോ ഇതിനേക്കാളും ഗൗരവമാർന്ന അവസ്ഥയിലേക്കാണ് പോയിരുന്നത്. പഴയ അവസ്ഥയിലേക്ക് മടങ്ങിപ്പോകുന്നതിന്റെ തെളിവാണ് സഹോദരങ്ങളെ, ഇതുവരെ എവിടെയും കള്ളുഷാപ്പുകൾ തുറക്കാത്ത ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ പോലും അതിനൊക്കെ പച്ചക്കൊടി നാട്ടിയിട്ട് അതൊക്കെ തുറന്നു വരുന്നു എന്നുള്ളത്. അതിലേക്കൊന്നും പോകാതെ വിട്ടു നിൽക്കുന്ന, മാറി നിൽക്കുന്ന, ഈമാനും തഖ്വയിലായി ഖുർആനിന്റെ അധ്യാപനങ്ങൾ സ്വീകരിക്കുന്ന ചുരുക്കം ചില ആളുകൾ ഉണ്ടാകും. ചുരുക്കം ചില ആളുകൾ. ഹദീസിൽ അവരെ പറ്റി ഖുറബാ എന്നാ പറഞ്ഞത്, കുറഞ്ഞ സാധുക്കൾ. ഇതിലേക്കൊന്നും പോകാതെ, പക്ഷെ അവരോടും അപ്പോഴും അവർക്ക് ഓതിക്കൊടുക്കുന്നത്, അവരോടും പഠിപ്പിച്ചു കൊടുക്കുന്നത്, അവരോട് ഉണർത്തി കൊടുക്കുന്നത് ഇന്നമൽ ഖംറു വൽ മൈസൂർ വൽ അൻസാബു, ഇതേ ആയത്തുകൾ തന്നെയാണ്. ഇതന്നെ മതി അവരോടും. മുൻഗാമികൾക്ക് ഇത് മതിയെങ്കിൽ ഇവർക്ക് ധാരാളം മതി, എല്ലാ കാലത്തേക്കും മതി. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക ഇന്നാ കുന്നാ മുൻദിരീൻ ഫീഹാ യുഫ്റഖു കുല്ലു അംരിൻ ഹകീം. ഫീഹാ, ആ രാത്രിയിൽ, യുഫ്റഖു കുല്ലു അംരിൻ ഹകീം, എല്ലാ ഉറപ്പിക്കപ്പെട്ട കാര്യങ്ങളെയും കൈമാറ്റം ചെയ്യപ്പെടും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറപ്പിച്ച് തീരുമാനിച്ച കാര്യങ്ങൾ അത് മലക്കുകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുകയാണ്. അടുത്തൊരു വർഷമാകുമ്പോഴേക്ക് അതിനിടയിലുള്ള മൗത്തിന്റെ ലിസ്റ്റ്, അതിനിടയിലുള്ള കല്യാണത്തിന്റെ ലിസ്റ്റ്, അതിനിടയിൽ പരാജയപ്പെടുന്ന ആൾക്കാരെ ലിസ്റ്റ്, വിജയിക്കുന്ന ആൾക്കാരെ ലിസ്റ്റ്, പിറ്റത്തെ വർഷത്തേക്കുള്ളത് നേരത്തെ തന്നെ പുതുക്കിയ കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ ഓരോ വർഷത്തെയും കൈമാറ്റങ്ങൾ നടക്കുകയാണ്. ഫിഹാ യുഫ്റഖു കുല്ലു അംരിൻ ഹകീം. അന്നങ്ങോട്ട് ചേഞ്ച് ചെയ്തിട്ട് ഇങ്ങോട്ട് അതാ പുതിയൊരു പത്രം തരികയാണ് എന്ന നിൽക്കല്ല, നേരത്തെ തന്നെ ഖലാക്കിയ കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ അതിന്റെ കൈമാറ്റം ഓരോ വർഷവും
മലക്കുകളിലേക്ക് അല്ലാഹു തആല നൽകുന്നത് ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിലാണ്. അവിടെ ചില മഹാന്മാര് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഉസ്താദെ ബറാത്ത് രാവിനെ പറ്റി അങ്ങനെ ഒരു വിഷയം പറയാറുണ്ടല്ലോ, എല്ലാവരും നോക്കുന്നതാണ്. ബറാത്ത് രാവിനെ പറ്റി ബറാത്ത് രാവിൽ ഈ വിഷയം തുടങ്ങും, ലൈലത്തുൽ ഖദറിൽ ആ വിഷയം അവസാനിക്കും എന്ന് പറഞ്ഞാൽ അതിന്റെ കൈമാറ്റം ആരംഭിക്കുന്നത്, കാര്യങ്ങളും റിക്കാർഡുകളും രേഖകളൊക്കെ കൊടുത്തു തുടങ്ങുന്നത്, അത് പകർത്തിയിട്ട് ലൗഹുൽ മഹ്ഫൂദ് കൊണ്ട് പകർത്തി ആരംഭിക്കുന്നത് ഫീ ലൈലത്തിൽ ബറാഅ, അത് അവസാനിക്കുന്ന പോയിന്റാണ് ഫീ ലൈലത്തിൽ ഖദർ. രണ്ടഭിപ്രായമുണ്ട്. ഏറ്റവും പ്രബലമായ അഭിപ്രായം ലൈലത്തുൽ മുബാറക്ക എന്ന് പറഞ്ഞാൽ ലൈലത്തുൽ ഖദറാണ്. രണ്ടാമത്തെ ഒരു അഭിപ്രായമാണ് ലൈലത്തുൽ മുബാറക്ക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബറാഅത്ത് രാവാണ്. അങ്ങനെ രണ്ടാമത്തെ അഭിപ്രായം ഖുർആൻ പണ്ഡിതന്മാർ പറയുന്നുണ്ട്. തള്ളിക്കളയേണ്ട ഒന്നല്ല, അവര് പറഞ്ഞ അഭിപ്രായം തന്നെ, നമ്മൾ തള്ളണെന്തിനാ? ചില പണ്ഡിതന്മാർ പറഞ്ഞു ആ അഭിപ്രായം സ്വീകരിക്കാലോ, ബറാഅത്ത് രാവായി ലൈലത്തുൽ മുബാറക്ക എന്നുകൊണ്ട് നമുക്ക് കേടൊന്നുമില്ലല്ലോ. എന്താ കേട്? ലൈലത്തുൽ മുബാറക്ക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ, ശഅബാൻ പകുതിയുടെ രാവാണ് എന്ന് ഒരുപാട് ഖുർആൻ പണ്ഡിതന്മാർ എണ്ണി പറഞ്ഞിട്ടുണ്ട്. കാരണം ശഅബാൻ പകുതിന്റെ രാവിനെ പറ്റിയും ബറക്കത്ത് നിറഞ്ഞ രാവ് എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. ബറാഅത്ത് രാവ് എന്ന് അല്ലാഹു തആല അതിന് പേര് കൊടുക്കാൻ തന്നെ കാരണം, ലോകത്തുള്ള മൂമിനീങ്ങൾക്ക് അല്ലാഹു തആല തെറ്റുകുറ്റങ്ങളിൽ നിന്ന് മോചനം നൽകുന്ന ഒരു രാവാണ് ബറാഅത്ത് രാവ്. മോചനം സാധ്യമായി കിട്ടിയ ഒരുപാട് മഹാന്മാരുണ്ട്, ചരിത്രങ്ങളിൽ ധാരാളം കാണാം. ബഹുമാനപ്പെട്ട ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ സംഭവം ഇതോട് ചേർത്ത് ഇമാം ഇസ്മായിൽ ഹിഖി തങ്ങൾ പറയുന്നുണ്ട്, ബറാഅത്ത് രാവിൽ മഹാനവറുകൾ പ്രാർത്ഥന കഴിഞ്ഞിരിക്കുമ്പോ തന്റെ പ്രാർത്ഥന കഴിഞ്ഞിരിക്കുന്ന നേരെ മുൻഭാഗത്ത് ഒരു പച്ച കടലാസ് കണ്ടു. ആ പച്ച കടലാസിൽ നിന്ന് ഒരു നൂറ്, ഒരു വെളിച്ചം ആകാശത്തിലേക്ക് ഇങ്ങനെ മുട്ടി നിൽക്കുന്നുണ്ട്. മക്തൂബുൻ ഫീഹാ, അതിലൊരു എഴുത്ത് കാണുന്നുണ്ട്, ഹാദിഹി ബറാഅത്തുൻ മിനന്നാർ മിനൽ മലിക്കിൽ അസീസി ലിഅബ്ദിഹി ഉമർ ബിൻ അബ്ദുൽ അസീസ്. അസീസായ രാജാവിൽ നിന്ന് ഈ ഉമർ ബിൻ അബ്ദുൽ അസീസിൽ നിന്നുള്ള നരകത്തിന്റെ മോചനപത്രമാണിത് എന്നൊരു എഴുത്ത് അതിൽ കാണുന്നുണ്ട് എന്ന് മഹാനവറുകൾ പറഞ്ഞു. പ്രാർത്ഥന കഴിഞ്ഞിരിക്കുന്ന നേരമാണ്. എപ്പോ? ബറാഅത്ത് രാവിലാണ്, ശഅബാൻ പകുതിയുടെ രാവ്. ആ പകുതിന്റെ രാവ് ഹയാത്താക്കിയാൽ ഖൽബ് ഹയാത്താകുമെന്ന് ഹദീസിൽ കാണാം. കാരണം ഒരുപാട് റഹ്മത്തും ബറക്കത്തും മഗ്ഫിറത്തും അല്ലാഹു നൽകുന്ന രാവാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദീസിൽ പഠിപ്പിച്ചു, മൻ അഹിയൽ ലയാലിയൽ ഖംസ്, 5 രാത്രി ഒരാൾ ഹയാത്താക്കിയാൽ വജബത്ത് ലഹുൽ ജന്ന, അയാൾക്ക് സ്വർഗ്ഗ നിർബന്ധവും. 2-3 രാത്രിയൊക്കെ നമ്മളെല്ലാരും ഹയാത്താക്കും. ഹജ്ജിന് പോകുന്ന ആള് ലൈലത്തു തർവിയ, ഹജ്ജിന് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. തർവിയത്തിന്റെ രാത്രി എന്ന് പറഞ്ഞാൽ ദുൽഹിജ്ജ 8-ന്റെ രാവ്, അത് മിനയിലാണ്, ഹയാത്താക്കുന്ന രാവാണ്. അതിന്റെ നേരെ തൊട്ടിപ്പുറത്ത് ലൈലത്തു അറഫ, അറഫന്റെ രാവ് ഹയാത്താക്കുന്ന രാവാണ്. അറഫന്റെ രാവിലും ഹയാത്താക്കും. അതിന് നേരെ ഇപ്പുറത്ത് ലൈലത്തുൻ നഹർ, പെരുന്നാൾ രാവ്. ഈ 3 രാവും ഒരുമിച്ച് ഹയാത്താക്കുന്ന രാവാണ്. അത് ഏറ്റവും കൂടുതൽ അതിന്റെ ഹയാത്ത്, അതിന്റെ സജീവത നമ്മുടെ നാട്ടിലേക്കാൾ കൂടുതൽ നടക്കുന്ന അവിടെയാണ്. കാരണം അവിടെ ദിക്റിലും നിസ്കാരത്തിലും ദുആയിലും മുഴുകാന്നല്ലാതെ അതിലപ്പുറം വേറെ കാര്യങ്ങളൊന്നുമില്ല. ആ രാത്രി അങ്ങോട്ട് ഹയാത്താക്കും. അറഫയിൽ നിന്ന് മുസ്ദലിഫയിലേക്ക് പോകുന്ന ആളുകൾ മുസ്ദലിഫയിൽ നേരം വെളുക്കുന്നത് വരെ, സുബ്ഹി ആകുന്ന ടൈം വരെ അവര് സുബ്ഹിന്റെ തൊട്ട് മുമ്പ് വരെ പ്രാർത്ഥനയിലാണ്. മശ്അറുൽ ഹറാമിലേക്ക് അവർ പോകുന്നതും പ്രാർത്ഥിക്കാനാണ്, ദിക്ർ ചൊല്ലാനും പ്രാർത്ഥിക്കാനുമാണ്, കൂട്ടത്തിൽ കുറച്ച് കല്ലെടുക്കാനും. ആ രാത്രിയൊക്കെ നല്ല ഇബാദത്തിന്റെ രാത്രിയാണ്. 3 രാത്രി. 4ാമത്തെ രാത്രി ലൈലത്തുൽ ഫിത്ർ, തിരക്കോട് തിരക്ക് നമുക്കുള്ള രാത്രി എന്ന് ആൾക്കാർ പറയില്ലേ, പെരുന്നാൾ, ചെറിയ പെരുന്നാളിന്റെ രാത്രി. മറ്റേ വലിയ പെരുന്നാളിന്റെ രാത്രി അന്ന് തിരക്കോട് തിരക്കാണല്ലോ. പിന്നെ ഒന്നുള്ളതായി എണ്ണിയിരിക്കുന്ന ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ, ശഅബാൻ പകുതിയുടെ രാവ്. നമ്മളെക്കാൾ കൂടുതൽ അത് ഹയാത്താക്കുന്നതിൽ മുൻപന്തിയിലുള്ളവരാണ് ഹനഫികൾ. അവര് പള്ളിയിൽ പുരുഷന്മാർ ഒരുമിച്ചുകൂടി പള്ളിന്റെ പുറം ഭാഗത്ത് സ്ത്രീകൾക്ക് ഒരുമിച്ച് കൂടാൻ സൗകര്യം കൊടുത്ത് അത്തായത്തിനുള്ള പൊതിയും വാങ്ങിയിട്ടാണ് ലാസ്റ്റ് അവർ പോവുക. അതാ ഞാൻ എൻ്റെ നേരെ കണ്ണുകൊണ്ട് കണ്ടതാണ്. അപ്പോഴാ നമ്മൾ ചോദിക്കുന്നത്, എന്താ ഇന്ന് രാത്രിക്ക് ഒരു പുതുമ ഇവിടെ? അതൊന്നുമല്ല, ബറാഅത്ത് രാവാണ്. അവര് പ്രാർത്ഥനയ്ക്ക് വേണ്ടി വന്നതാണ്, ദ്വാരക്കാൻ വേണ്ടിയിട്ട്. എല്ലാവരും ഒരുമിച്ചിരുന്ന് ദ്വാരക്കാൻ, ദിക്ർ ചൊല്ലാൻ അതിന് വന്നതാണ്. അപ്പൊ അങ്ങനെ ഒരു രാത്രിയെ പറ്റി ഹദീസിലും മറ്റൊക്കെ പരാമർശമുണ്ട്.
ഇപ്പറഞ്ഞ രാത്രി കൊണ്ട് ഉദ്ദേശം അതാണ് എന്നും മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഫിഹാ യുഫ്റഖു കുല്ലു അംരിൻ ഹകീം, ഒരുപാട് ആളുകൾക്ക് മഗ്ഫിറത്ത് കിട്ടുന്ന രാവാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല തമാമു ശഫാഅ നൽകിയത് ശഅബാൻ പകുതിയുടെ രാത്രിയിലാണ്. പൂർണ്ണമായ ശഫാഅത്തിന്റെ അധികാരം ശഅബാൻ 13 അന്ന് ഈ ഉമ്മത്തിലെ 1/3 വിഭാഗത്തിന് ശഫാഅത്തിന് അധികാരം നൽകി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോരാ, 1/3 വിഭാഗത്തിന്, 1/1. 14 രാത്രിയായപ്പോ 2/3 കൊടുത്തു, അതും പോരാന്ന് പറഞ്ഞു. 15 രാത്രിയായപ്പോ മുഴുവനായും ആളുകൾക്കുള്ള ശഫാഅത്തിന്റെ അധികാരം ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകി. അന്നാണ് തങ്ങൾ ഏറെ നേരം സുജൂദിലായി കിടന്നത്. റമളാനു ഷരീഫ് കഴിഞ്ഞാൽ ഇബാദത്തിന് ഏറ്റവും കൂടുതൽ തങ്ങൾ ചെലവഴിച്ചിരുന്നത് വിശുദ്ധ ശഅബാനിലായിരുന്നു എന്ന് കാണാം ഹദീസിൽ, നോമ്പായിട്ടും അല്ലാതെയും. അതിന്റെ കാരണം ശഅബാൻ മാസത്തിൽ അല്ലാഹു തആല അവനിലേക്ക് ഒരു വർഷത്തിലെ അമലുകളൊക്കെ ഉയർത്തുമ്പോൾ അടുത്ത വർഷത്തിലെ അമലുകളും മറ്റും കണക്കാക്കുമ്പോൾ നല്ല നിലക്ക് തന്നെ എൻ്റെ അമല് കണക്കാക്കപ്പെടട്ടെ എന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. എൻ്റെ അമലുകളൊക്കെ കണക്കാക്കപ്പെടുമ്പോൾ എൻ്റെ ഞാൻ നല്ല ഇബാദത്തിലായിട്ട് നല്ല രൂപത്തിലായിട്ട് എനിക്കുള്ള കണക്ക് നടക്കട്ടെ എന്ന് കരുതിയിട്ടാണ് ഈ മാസത്തെ ഞാൻ കൂടുതൽ സ്നേഹിച്ച് നോമ്പ് നോൽക്കുന്നത്. റമളാൻ കഴിഞ്ഞാൽ തങ്ങൾ ഏറ്റവും നോമ്പ് നോൽക്കാറുള്ളത് ശഅബാനിലാണ്. അതുകൊണ്ട് തന്നെ ശഅബാന് വലിയ മഹത്വമുണ്ട്, ആ രാത്രിയിൽ വലിയ മഗ്ഫിറത്തുണ്ട്. ഒരുപാട് ആളുകൾക്ക് പാപമോചനം കിട്ടുന്ന രാവാണ് വിശുദ്ധ ശഅബാനിന്റെ പകുതിയുടെ രാവ്. ഹദീസിൽ കാണാം, ബനു കൽബ് ഗോത്രക്കാരുടെ ആടിന്റെ രോമത്തിന്റെ എണ്ണം അനുസരിച്ച് അല്ലാഹു തആല നരകത്തിൽ നിന്ന് ഇത്ഖ് ചൊല്ലുന്ന രാവാണ് ബറാത്ത് രാവ്. അത്രയും മഹത്വം ആ രാത്രിക്കുണ്ട്, ചെറിയ മഹത്വമൊന്നുമല്ല. അംറമിൻ ഇന്ദിന, നമ്മുടെ ഭാഗത്തു നിന്നുള്ള സ്പെഷ്യൽ തീരുമാനമായിട്ടാണ് ഇങ്ങനെ ഒരു രാത്രിയിൽ അല്ലാഹു തആല ഖുർആൻ ഇറക്കിയത്. ഇന്നാ കുന്നാ മുർസലീൻ, നമ്മൾ ഇത് ഇറക്കുന്നവരും മുർസലീങ്ങൾ അയക്കുന്നവരുമാണ്. റഹ്മത്തം മിർ റബ്ബിക്, ഖുർആൻ ഇറക്കി തന്നത് അല്ലാഹുവിൽ നിന്നുള്ള വലിയ അനുഗ്രഹമാണ്. ഖുർആൻ ഇല്ലെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താ? ഈ മുഅ്മിനീങ്ങളെ കഥ എന്താണ്? അവരുടെ ജീവിതത്തിന്റെ വഴി എന്താണ്? റബ്ബിൽ നിന്നുള്ള വലിയൊരു റഹ്മത്ത് എന്നാണ് ഖുർആന്റെ അവതരണത്തെ പറ്റി അല്ലാഹു പറഞ്ഞത്. ഇന്നഹു ഹുവസ് സമീഉൽ അലീം, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാര്യങ്ങളും കേൾക്കുന്നവനും അറിയുന്നവനുമാണ് എന്ന് ഖുർആനിന്റെ അവതരണവുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിന്റെ ഭാഗമായിട്ട് അല്ലാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, പഠിപ്പിക്കുന്നു. അപ്പൊ ലൈലത്തുൽ ഖദ്ർ ആണെങ്കിലും ലൈലത്തുൽ ബറാഅ ആണെങ്കിലും രണ്ടും ലൈലത്തുൽ മുബാറക, അനുഗ്രഹീത രാവാണ്. പ്രതീക്ഷിക്കേണ്ട രാത്രിയാണ്, നല്ലോണം ദ്വാരക്കേണ്ട രാത്രിയാണ്, മഗ്ഫിറത്ത് ചോദിച്ചു വാങ്ങേണ്ട രാവാണ്. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. വിശുദ്ധ ഖുർആൻ അവതരണത്തിന് രാത്രി തിരഞ്ഞെടുത്തുകൊണ്ട് രാത്രിയിലെ ഇബാദത്തിനും ദുആഇനും പ്രത്യേക പരിഗണന കൊടുക്കണം. രാത്രി ഇബാദത്തിന്റെ മുഖ്യമായ ഭാഗമായി കരുതണം. രാത്രിയുള്ള ഇബാദത്ത് ഒന്നും ഒഴിവാക്കരുത്. കഴിവിന്റെ പരമാവധി രാത്രിയിലെ ദുആ വളരെ ഷറഫുള്ളതാണ്. രാത്രിയിലെ ഖുർആനോത്ത് വലിയ മഹത്വമുള്ളതാണ്. രാത്രിയിലെ നിസ്കാരങ്ങൾ മഹത്വങ്ങൾ നിറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ രാത്രിയുടെ മഹത്വങ്ങൾ ഉൾക്കൊണ്ട് വിജയിക്കുന്നവരിൽ അല്ലാഹു നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ.